So anyway, let's start. So this is going to be a RTP discussion. So with an assumption that നിങ്ങൾ അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഈ 5 ചാപ്റ്റേഴ്സിന്റെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Second thing, this is not going to be a detailed discussion of each and every topic. ഓരോ ക്വസ്റ്റനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ല. നമ്മൾ RTP ഡിസ്കഷൻ, നമ്മൾ RTP നോക്കുന്ന സമയത്ത് വി ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ. ലൈക്ക് RTPയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമെന്ന് ചോദിച്ചാൽ RTP ഇസ് ലൈക്ക് എന്താ പറയാ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് അവർ കാണിച്ചു തരാം. സോ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ RTPനകത്ത് ഒരു സ്ട്രാറ്റജിക് കൺട്രോൾ എന്നൊരു ടോപ്പിക് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതേ ചോദ്യം വരണം നിർബന്ധമില്ല. ചിലപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള വേറൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ RTP ഡിസ്കഷനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ആ ടോപ്പിക്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, സോ ആ ടോപ്പിക്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആ ടോപ്പിക്സ് നന്നായിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ടോപ്പിക്കിൽ നിന്നും മറ്റു ചില ഏരിയാസിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. ഇതേ ടോപ്പിക്ക് ഡിറ്റോ ചോദിക്കില്ല. പിന്നെ RTPയിലെ ചോദ്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒന്ന് MTP ക്വസ്റ്റ്യൻ. ഈ കഴിഞ്ഞ 2-3 അറ്റംപ്റ്റിലെ MTP ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ് അവരെന്ത് പ്രിപ്പയർ ചെയ്യാറുള്ളത്, RTP പ്രിപ്പയർ ചെയ്യാറുള്ളത്. സോ ഇപ്പൊ ഞാൻ കറന്റ് നമ്മുടെ Jan 25 RTP ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് മിക്ക ക്വസ്റ്റ്യൻസും ഇതിന് മുന്നേ എക്സാംസിനോ അല്ലെങ്കിൽ MTPയിലോ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ എനിവേ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് MCQ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. MCQ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് റീഡ് ദ MCQ. ഓക്കെ, yes. In the ever-growing consumer electronics industry, Horizon Technologies found itself at a crossroad in 2018. The company, founded a decade earlier, had established itself as a key player in the global market for smartphones and other electronics. However, the pressure to stay relevant, meet consumer demands, and fend off competitors was mounting. This is the story of how Horizon Technology navigated its challenges, leveraging the key Horizon strategies and analysis to achieve remarkable success. Nothing is there. ഒന്നുമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ചുമ്മാ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ്, Horizon Technology recognized the need to divide its operations to find areas of improvement. They conducted a comprehensive value chain analysis. So now the real topic ഇവിടെയാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് മാക്സിമം മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, സോ ദേ കണ്ടക്ടഡ് എ കോംപ്രഹെൻസീവ് വാല്യൂ ചെയിൻ അനാലിസിസ് ഐഡന്റിഫൈങ് ബോത്ത് പ്രൈമറി ആൻഡ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ നമ്പർ 2 ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. വാല്യൂ ചെയിൻ ആക്ടിവിറ്റീസ് 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി ആൻഡ് സപ്പോർട്ടീവ് അല്ലെ. യെസ്, ബൈ സ്ട്രീംലൈനിങ് ദ പ്രോസസ് ആൻഡ് എലിമിനേറ്റിംഗ് ദ റിഡൻഡൻസീസ് ദ കമ്പനി റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് എൻഹാൻസ് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി. സോ ഇവർ വാല്യൂ ചെയിൻ അനാലിസിസ് ചെയ്തിട്ട് ഇവർ വാല്യൂ ചെയിൻ ആക്ടിവിറ്റീസിൽ ഏത് ആക്ടിവിറ്റിയിലാണ് അവർ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്, എവിടെയാണ് അവർക്ക് ചെലവ് കുറക്കാൻ പറ്റുന്നത്, അത് അവർ മനസ്സിലാക്കി. സോ ഈ വാല്യൂ ചെയിൻ ആക്ടിവിറ്റി ചെയ്തതുകൊണ്ട് അവർക്ക് അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു, അവിടെ ക്വാളിറ്റി അവർക്ക് കൂട്ടാൻ സാധിച്ചു. ദിസ് അലൗ ദം ടു ഓഫർ മോർ കോമ്പറ്റീറ്റീവ് പ്രൈസസ്, ദസ് ഗെയിനിങ് സ്ട്രാറ്റജിക് എഡ്ജ് ഇൻ ദ മാർക്കറ്റ്. സോ അവർ അവിടെ വാല്യൂ ചെയിൻ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടുണ്ടായ 2 ബെനിഫിറ്റ്സ് അവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ദ കമ്പനി CEO മിസ്റ്റർ ജൊനാഥൻ മേഴ്സർ was known for his authoritative management style. Authoritative management style എന്ന് പറയുമ്പോൾ അത് ഏത് സ്റ്റൈലാ? ട്രാൻസാക്ഷൻ ആണോ ട്രാൻസ്ഫോർമേഷൻ ആണോ? ലെറ്റ് മീ ചെക്ക്. നിങ്ങളുടെ നോളജ് ഞാൻ ചെക്ക് ചെയ്യാം. അത് ട്രാൻസാക്ഷൻ ആണോ ട്രാൻസ്ഫോർമേഷൻ സ്റ്റൈൽ ആണോ? authoritative management style ഏത് സ്റ്റൈലാ? ഇഫ് യു നോ യു ക്യാൻ കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. authoritative management style, authoritative പവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണ് പുള്ളി ഉപയോഗിക്കുന്നത്. അത് ട്രാൻസാക്ഷൻ ആണോ ട്രാൻസ്ഫോർമേഷൻ ആണോ? ഏതാണ്? ട്രാൻസ്ഫോർമേഷണൽ അല്ല, അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷണൽ ആണ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പാർട്ടിസിപ്പേറ്റീവ് ആണ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷണൽ, അവിടെ പവർ ഉപയോഗിച്ചിട്ടുള്ളൊരു ഇതാണ്. ഓക്കെ, യെസ്. ഹിസ് ചാലഞ്ച് വാസ് ടു ട്രാൻസ്ഫോം ഹിസ് ലീഡർഷിപ്പ് അപ്രോച്ച് ടു വൺ ദാറ്റ് എൻകറേജ് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് ടീം വർക്ക് വിത്തിൻ ദ SB. ഓക്കെ, സോ ഇവിടെ പറയുന്നത് പുള്ളിക്ക് കറന്റ്ലി ട്രാൻസ്ഫോർമേഷൻ ആണുള്ളത്, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ ആണുള്ളത്. സോ പുള്ളിക്ക് അത് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? ട്രാൻസ്ഫോർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ കറന്റ്ലി ഹീസ് ഹാവിങ് അതോറിറ്റേറ്റീവ് പവർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ്. നൗ ഹി വാണ്ട് ടു കൺവേർട്ട് ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻടു അനദർ ലീഡർഷിപ്പ് സ്റ്റൈൽ വേർ ഹി വാണ്ട് ടു എൻകറേജ് ദ ക്രിയേറ്റിവിറ്റി, ടീം വർക്ക് വിത്തിൻ ദ SB. Mr. Mercer invested in leadership development program,
for middle and senior managers to enhance their interpersonal and communication skill. അപ്പോൾ ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് പൈസ എന്തിനു വേണ്ടി ചെലവാക്കി? ഈ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന് വേണ്ടി ചെലവാക്കി. The transition was not easy, but it fostered a more collaborative and dynamic work environment. Okay. So first topic നമ്മൾ ഡിസ്കസ് ചെയ്ത് വാല്യൂ ചെയിൻ അനാലിസിസ് ആണെങ്കിൽ സെക്കൻഡ് ടോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ലീഡർഷിപ്പ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നെക്സ്റ്റ്, they did not stop that. Horizon Technology adopted a SBU structure, dividing the company into smaller and more manageable units. Each SBU was tasked in focusing on specific product line. This decentralization empowered the individual unit to make strategic decisions autonomously, leading to quicker market response and a deeper understanding of consumer needs. It was the catalyst for innovation and improved customer satisfaction. So, ഈ കമ്പനിയിൽ അവർ SBU സ്ട്രക്ചർ കൊണ്ടുവന്നു. So now we are talking about organizational structure. See, ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് ഈ കേസ് സ്റ്റഡീസിന് വരുന്നത് നമ്മൾ നോക്കണം. ആദ്യം വാല്യൂ ചെയിൻ അനാലിസിസ് ഡിസ്കസ് ചെയ്തു, സെക്കൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിസ്കസ് ചെയ്തു, ഇപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇപ്പൊ അവർ ഏത് സ്ട്രക്ചർ എടുത്തുകൊണ്ടിരിക്കുന്നത്? SBU സ്ട്രക്ചർ ആണ് അവരിപ്പോ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പോസ്റ്റ് ഓർഗനൈസേഷണൽ ചേഞ്ച്, ഹൊറൈസൺ ടെക്നോളജി സ്ട്രാറ്റജൈസ് embrace a cost leadership strategy, positioning itself as to a go-to brand for affordable yet high quality electronics. So our cost leadership strategy ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അടുത്ത വന്നിട്ടുള്ളത് എന്താണ്? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. സർ, ഇതൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അറിയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് അവരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കോൺസെപ്റ്റ്സ് ജസ്റ്റ് സൈഡിൽ എഴുതി വെക്കാം. ഇറ്റ്സ് എ ഹെൽത്തി ഹാബിറ്റ്. ഓക്കെ, next, by optimizing the production process and supply chain management, the company achieved cost efficiency that its competitors struggled to match. So അവർ എങ്ങനെയാണ് അവരുടെ കോസ്റ്റ് കുറച്ചത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ പ്രോസസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ ചെയ്തിട്ടാണ് അവർക്ക് അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചത്. ദിസ് നോട്ട് ഓൺലി അട്രാക്റ്റഡ് കോസ്റ്റ് കോൺഷ്യസ് കൺസ്യൂമേഴ്സ് ബട്ട് ഓൾസോ ഇനേബിൾസ് ദ കമ്പനി ടു മെയിൻറ്റെയിൻ ഹെൽത്തി പ്രോഫിറ്റ്. സോ അവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റതുകൊണ്ട് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ മാത്രമല്ല അവർക്കൊരു നല്ലൊരു പ്രോഫിറ്റും കൂടി അവർക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ആസ് ഹൊറൈസൺ ടെക്നോളജി എക്സ്പാൻഡഡ് ഇൻ ടു ന്യൂ ഇന്റർനാഷണൽ മാർക്കറ്റ്, the management recognized the importance of adapting to local environment, conducting a thorough pestle analysis. Next topic എന്താണ്? Pestle analysis. നമ്മുടെ macro environment പഠിക്കാനുള്ള അനാലിസിസ് അല്ലേ? This analysis highlighted specific challenges, especially in understanding socio-cultural trends and regulatory differences across the region. By leveraging these insights, Horizon Technology was able to overcome the obstacles, customizing its product, marketing strategy and operations to align more effectively with local preferences and regulations. So, അവർക്ക് pestle analysis ചെയ്തതോടുകൂടി അവർക്ക് അവിടെയുള്ള സോഷ്യൽ കൾച്ചറൽ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ പറ്റി. ആളുകളുടെ ബിലീഫ്സ്, ആളുകളുടെ വാല്യൂസ്, അവരുടെ വാല്യൂകൾ, അപ്പോൾ സോഷ്യൽ കൾച്ചറൽ ട്രെൻഡ്സ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനനുസരിച്ച് അവർ അവരുടെ പ്രോഡക്ട്സ് കസ്റ്റമൈസ് ചെയ്തു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ്, ത്രൂ ദീസ് സ്ട്രാറ്റജിക് മൂവ്സ്, ഹൊറൈസൺ ടെക്നോളജി എക്സ്പീരിയൻസ് എ റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻ. Within 2 years, their market share had significantly grown in the local market, whereas the cost leadership strategy resonated strongly. Their annual revenue skyrocketed by 35%, and the company saw 20% increase in the stock price. The business case Horizon serves as an inspiration for companies navigating the competitive and dynamic industry. So, ഇതാണ് മൊത്തത്തിൽ കേസ് സ്റ്റഡി. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്? സ്റ്റാർട്ടിംഗ് വിത്ത് വാല്യൂ ചെയിൻ അനാലിസിസ്, ദെൻ ലീഡർഷിപ്പ്, പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പിന്നെ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി, പിന്നെ പെസ്റ്റൽ അനാലിസിസ്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിച്ചു നോക്കാം. Based on the above case scenario, answer the MCQs. In Horizon Technology's journey towards globalization, pestle analysis played a pivotal role in navigating the diverse international market. ശരിയാണ്, അവർ പെസ്റ്റൽ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ ഏരിയയിലുള്ള സോഷ്യോ കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതിനനുസരിച്ചാണ് അവർ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ വായിച്ചേ ഉള്ളൂ. അപ്പൊ ഇവിടെ പെസ്റ്റൽ അനാലിസിസ്, വിച്ച് ആസ്പെക്ട് ഓഫ് പെസ്റ്റൽ അനാലിസിസ് പ്രൂവ് ടു ബി ദ മോസ്റ്റ് ചാലഞ്ചിങ് ഫോർ ദം? നമ്മളിപ്പോ ഇവിടെ വായിച്ചുള്ളൂ അല്ലെ? നോക്കി, this analysis highlights the specific challenges, especially in understanding the socio-cultural trends. നമുക്ക് നോക്കാലോ. socio-cultural factors, yes. legal factors കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, environment കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, ടെക്നോളജിയെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. ആൻസർ ഇസ് ഓപ്ഷൻ എ. ദിസ് വാസ് സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ മറ്റേ കോംപ്രഹെൻഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി പറയില്ലേ, ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ആൻസർ ഉണ്ട് അല്ലെ? യെസ്. സോ ഫസ്റ്റ് ആൻസർ ഇസ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ്, ഹൊറൈസൺ ടെക്നോളജി implemented SBU. നമ്മളത് കണ്ടായിരുന്നു അല്ലെ? യെസ്. ടു ഇംപ്രൂവ് ഇറ്റ്സ് റെസ്പോൺസിവ്നെസ് ആൻഡ് ഇന്നോവേറ്റീവ്സ്. How did SBU structure differ from the company's previous organization model?
വാട്ട് ബെനിഫിറ്റ് ഡിഡ് ദിസ് ന്യൂ സ്ട്രക്ചർ ബ്രിങ്? ഇപ്പൊ പ്രീവിയസ് മോഡലിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ അവിടെ? ഓക്കെ, ഇവിടെ ദേ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദാറ്റ്. ഹൊറൈസൺ ടെക്നോളജി അഡോപ്റ്റഡ് എസ് ബി യു സ്ട്രക്ചർ. മുന്നിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ വേറെ എന്തെങ്കിലും സ്ട്രക്ചറിനെ കുറിച്ച്? വേറൊന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ, സോ കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു, അവിടുന്ന് ബ്രേക്കപ്പ് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. സോ ഇറ്റ് വിൽ ബി കൈൻഡ് ഓഫ് എന്താ നമുക്ക് നോക്കാം. എസ് ബി യു സ്ട്രക്ചർ റീപ്ലേസ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഫങ്ഷണലാണ് അവർ എസ് ബി യു വരാൻ ചാൻസ് ഉണ്ട്. റീപ്ലേസ് മെട്രിക് സ്ട്രക്ചർ. മെട്രിക് സ്ട്രക്ചറെ കുറിച്ച് ഒന്നും തന്നെ ഇവിടെ പറഞ്ഞില്ല, കാരണം പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ക്രോസ് ഫങ്ഷണൽ ടാസ്ക് ഫോഴ്സ്, അതിനെ കുറിച്ച് ഒന്നും തന്നെ അവിടെ പറയുന്നില്ല അല്ലെ. യെസ്, മെയിൻറ്റെയിൻ ദിയർ എക്സിസ്റ്റിംഗ് ഫങ്ഷണൽ സ്ട്രക്ചർ ബട്ട് ഫോക്കസ് സോൺലി ഓൺ കോസ്റ്റ് കട്ടിംഗ്. അല്ല, ബിക്കോസ് ദേ ഫുള്ളി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എസ് ബി യുയിലേക്ക്. ഇൻട്രൊഡ്യൂസ് മോർ സെൻട്രലൈസ്ഡ് അപ്രോച്ച്, അല്ല മോർ ഡീസെൻട്രലൈസേഷൻ ആണ് അവർ ചെയ്തത്. നമ്മുടെ ബുക്കിൽ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു. എവിടെ പോയി? See, this decentralization empower the individual units to make strategic decision. So answer would be SBU structure replace functional structure and empowered units to make strategic decision. ശരിയല്ലേ? നമ്മൾ ആ ക്വസ്റ്റ്യനിൽ വായിച്ചായിരുന്നു എസ് ബി യു സ്ട്രക്ചർ അവരുടെ ബിസിനസിനെ ഡീസെൻട്രലൈസ് ചെയ്ത് പല പല ചെറിയ ചെറിയ യൂണിറ്റ്സ് ഉണ്ടാക്കി, സോ ദാറ്റ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇറ്റ് ലീഡ് ടു ക്വിക്കർ മാർക്കറ്റ് റെസ്പോൺസ് ആൻഡ് എൻഹാൻസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് തന്നെയല്ലേ അവിടെ പറഞ്ഞിരുന്നത്? നോക്കി. Each SBU was this decentralization empowered individual units to make strategic decisions autonomously and quicker market response, അല്ലെ, and deeper understanding of the consumer needs. ഇതേ കീവേഡ്സിൽ അവിടെ പറഞ്ഞിരുന്നത്, സെയിം കീവേഡ്സിൽ ഇവിടെ പറഞ്ഞു നോക്കി. എൻഹാൻസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, ക്വിക്കർ മാർക്കറ്റ് റെസ്പോൺസ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ്. സോ ദിസ് ഇസ് മച്ച് ഓർ മോർ ലൈക്ക് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ആൻസർ ഉണ്ട്. ജസ്റ്റ് യു ഹാവ് ടു പിക്ക് ദ ലൈൻ ആൻഡ് യു ഹാവ് ടു മാർക്ക് ഇറ്റ്. നെക്സ്റ്റ്, നമ്മുടെ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് തോന്നുന്നത് ഇത്. Horizon Technologies faced internal challenges, including leadership struggles with an authoritative CEO. How did he transform his leadership style to foster? പുള്ളി എങ്ങനെയാണ് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ, ഈ ട്രാൻസാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് പുള്ളി കൺവേർട്ട് ചെയ്തത്? നമ്മൾ എങ്ങനെ കണ്ടത്? എന്തോ ലീഡർഷിപ്പ് പ്രോഗ്രാം ഒക്കെ നടത്തിയായിരുന്നു അല്ലെ. നമുക്ക് വായിച്ചു നോക്കാം. മിസ്റ്റർ മേഴ്സി ഇൻക്രീസ് ഹിസ് authoritative approach. അല്ല, he tried to transform it, ചേഞ്ച് ചെയ്തു. He introduced strict top down hierarchy to enhance discipline. അല്ലായിരുന്നു. He invested in leadership development program. ഈ കീവേഡ് നമ്മൾ മുകളിൽ കണ്ടതല്ലേ, എൻഹാൻസിങ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ റിസൾട്ടഡ് ഇൻ മോർ. ഇതേ കീവേഡ് ആണ് നമ്മൾ മുകളിൽ കണ്ടത്. ദിസ് ഇസ് സച്ച് എ സിമ്പിൾ MCQ. നോക്കി, ഇൻവെസ്റ്റഡ് ഇൻ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കൊളാബറേറ്റീവ് ആൻഡ് ഡൈനാമിക് വർക്ക് എൻവയറൺമെന്റ്. സെയിം അല്ലേ ഇവിടെ കാണിക്കുന്നത്? യെസ് സർ, സെയിം ആണ്. സോ ഓപ്ഷൻസ്. ഓക്കെ, ലാസ്റ്റ് ആണോ? അല്ല, ഫോർത്ത് വൺ. While implementing cost leadership strategy, Horizon Technology went beyond just streamlining their production process. സോ അവർ എങ്ങനെയാണ് കോസ്റ്റ് കുറച്ചത്? എങ്ങനെ കോസ്റ്റ് കുറച്ച്? നമ്മൾ നേരത്തെ കണ്ടിരുന്നത് എന്തായിരുന്നു? പ്രൊഡക്ഷൻ പ്രോസസ് ഒന്ന് നോക്കി, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള വാക്കുണ്ടായിരുന്നു അല്ലെ. I think this is going to the answer. നമുക്കൊന്ന് വായിച്ചു നോക്കാം. They focused on reducing the labor cost, resulting in job cuts and employee dissatisfaction. അങ്ങനത്തെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല. ലേബർ കോസ്റ്റ് കട്ടാക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചിട്ടും കൂടിയില്ല. നെക്സ്റ്റ്, Horizon Technology invested heavily in extravagant marketing campaigns to attract premium customer base. ഇല്ല, അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. They optimized supply chain management, invested in research and development, leading to enhanced product quality and reduction. Yes, supply chain management. This is the answer. ബിക്കോസ് ഈ വാക്ക് നമ്മൾ അവിടെ കണ്ടതായിരുന്നു. കോസ്റ്റ് ലീഡർഷിപ്പ്. നോക്കേ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അല്ലേ, ശരിയല്ലേ? യെസ് സർ. നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ഫാക്ടേഴ്സ്. വാല്യൂ ചെയിൻ അനാലിസിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. പ്രൈമറി ഫാക്ടർ കോൺട്രിബ്യൂട്ടഡ് to Horizon Technology remarkable transformation was their commitment to systematic analysis. What role did value chain analysis play in this transformation? അപ്പോൾ വാല്യൂ ചെയിൻ അനാലിസിസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടായതെന്ന് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി അതവിടെ മാർക്ക് ചെയ്ത് വെച്ചതാണ് എവിടെയോ. വാല്യൂ ചെയിൻ അനാലിസിസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടായത്? അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ലെറ്റ്സ് റീഡ് ദിസ്. Value chain analysis helps to reveal their opportunities. Diversification enable them to cater to various market segments. ഇല്ല, വാല്യൂ ചെയിൻ അനാലിസിസ് ചെയ്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ആക്ടിവിറ്റീസുള്ള എവിടെയാണ്, നമ്മുടെ ആക്ടിവിറ്റീസിൽ എവിടെയാണ് അനാവശ്യമായിട്ട് ചെലവിടുന്നത്, എവിടെയാണ് നമ്മൾ ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. So just a second. Fine.
So value chain analysis revealed the opportunity. It allowed the company to identify and eliminate the inefficiencies in their operations. Yes, correct ആണ്. It allows to എന്താ പറയുന്നത് identify and eliminate the inefficiencies in their operation resulting in cost reduction. See, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കീവേഡ് നമ്മൾ മുകളിൽ കണ്ടത് അല്ലെ, കോസ്റ്റ് റിഡക്ഷൻ, ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. യെസ്, സി വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണോ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇത് കഴിയും. വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ ആക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ്, സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. എന്തിനാ അനലൈസ് ചെയ്യുന്നത്? എവിടെയെങ്കിലും നമ്മൾ എക്സ്ട്രാ ആവശ്യമില്ലാത്ത കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടോ, എവിടെ കൂടുതൽ ഫോക്കസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വാല്യൂ കസ്റ്റമറിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഈ ഒരു ആക്ടിവിറ്റിനെ വിളിക്കുന്ന പേരാണത് വാല്യൂ ചെയിൻ അനാലിസിസ്. ശരിയല്ലേ? യെസ്. എവിടെയാണ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് അല്ലേ? യെസ്. സോ ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. ഈ രണ്ട് കീവേഡ് മുകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു ടു ഐഡന്റിഫൈ. യെസ്, ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് MCQ. വെരി സിമ്പിൾ. നൗ നെക്സ്റ്റ് MCQ. സോ വിഷൻ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതോ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതായിരിക്കും മുകളിൽ ഉണ്ടാവുക. ഇൻ റീസെന്റ് സ്ട്രാറ്റജി മീറ്റിംഗ്, ദ ലീഡർഷിപ്പ് ടീം ഓഫ് ടെക്നോവ, a growing software development firm, emphasize the importance of defining the core purpose of the organization. Answer is done. Question കിട്ടി, ആൻസർ കിട്ടി നമുക്ക്. പർപ്പസ് എന്ന് ചോദിച്ചാൽ തന്നെ അതെന്താ സർ? മിഷൻ ആണ് സർ. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പറയാറുണ്ട് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഷൻ മീൻസ് പർപ്പസ് ഓഫ് ദ ഓർഗനൈസേഷൻ. പിന്നെ ഇത് ഓക്കെ, നമുക്ക് ജസ്റ്റ് ഫുൾ വായിക്കാം. ദേ എയിം ടു ഔട്ട്ലൈൻ ദ പ്രൈമറി റീസൺ ഫോർ കമ്പനീസ് എക്സിസ്റ്റൻസ്. നെക്സ്റ്റ് കീവേഡ്, റീസൺ ഫോർ company's existence. See, these are some keywords which will help you to identify the answer. ഈ രണ്ട് കീവേഡ് മതി. ക്വസ്റ്റ്യൻ മൊത്തം വായിക്കേണ്ട പോലും ആൻസർ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഫുള്ളും വായിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. ഒന്നാമത്തെ കീവേഡ് തന്നോട് പർപ്പസ്. അപ്പൊ മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പർപ്പസ് എന്ന വാക്കുണ്ടെങ്കിൽ അത് മിഷനുമായി ബന്ധപ്പെട്ടതാണ്. പർപ്പസ് എന്ന വാക്കുണ്ടെങ്കിൽ അത് മിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാക്കുണ്ടെങ്കിൽ അത് വിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലുമാണ് അവർ പറഞ്ഞെങ്കിൽ ദാറ്റ് ഇസ് വിഷൻ. പ്രസന്റുമായി ബന്ധപ്പെട്ടത് പർപ്പസ്, ദ റീസൺ ഫോർ കമ്പനീസ് എക്സിസ്റ്റൻസ്. ഓൾ ദീസ് ആർ ദ കീവേഡ്സ്. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത്? വാട്ട് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ സെൻട്രൽ ഗൈഡിംഗ് ഡിക്ലറേഷൻ ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ദ പർപ്പസ് ആൻഡ് വാല്യൂസ് ഓഫ് ടെക്നോവ? പർപ്പസ്, ആൻസർ ഇസ് മിഷൻ. നെക്സ്റ്റ്, കമ്പനീസ് ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് എ പ്ലാറ്റ്യൂ ഇൻ സെയിൽസ് ഡിസ്പൈറ്റ്. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ് സ്റ്റാറ്റിക് ആയി, സെയിൽസ് മാറുന്നില്ല. ഓക്കെ, in sales despite heavy promotion and marketing. What phase of the product life cycle are they in? You can tell me the answer. Very simple. എന്താ പറയുക, കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് അവർ എത്ര ഹെവി പ്രൊമോഷൻ ചെയ്തിട്ടും സെയിൽസ് ആണെന്നില്ല, സെയിൽസ് ഏകദേശം സ്റ്റാറ്റിക് ആണ്, സ്റ്റേബിൾ ആയിട്ട് പോകണം. എവിടെയാണ് സ്റ്റേബിൾ ആവുക? സെയിൽസ് എവിടെയാണ് സ്റ്റേബിൾ ആവുക? ഏത് സ്റ്റേജിലാണ് സെയിൽസ് സ്റ്റേബിൾ ആവുക? ടെൽ മീ, കം ഓൺ ഫാസ്റ്റ്. ഏത് സ്റ്റേജിലാണ് സെയിൽസ് സ്റ്റേബിൾ ആവുക? ആൻസർ എന്താ സർ? മെച്യൂരിറ്റി സ്റ്റേജ് സർ. ഐ ക്യാൻ ഹെൽപ്പ് യു. നമ്മുടെ ചാർട്ട് ബുക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കാം. നമ്മുടെ ചാർട്ട് ബുക്കിനകത്ത് എന്താ പറഞ്ഞത് നമുക്ക് ജസ്റ്റ് നോക്കാം. സി, മെച്യൂരിറ്റി സ്റ്റേജിൽ എന്താവുന്നത്? മാർക്കറ്റ് സ്റ്റേബിൾ ആവും, മാർക്കറ്റ് സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് സ്റ്റെബിലൈസ് ആവുന്നുണ്ട് അല്ലെ? സോ മാർക്കറ്റ് സ്റ്റേബിൾ ആണ്, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് സംവാട്ട് സ്റ്റേബിൾ ആയി. സോ മെച്യൂരിറ്റി സ്റ്റേജ്. ഓക്കെ ആണോടാ? സോ ഈ ഇത്തരം വാക്കുകളൊന്നും കണ്ടാൽ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പ്ലാറ്റ്യൂ. നെക്സ്റ്റ്, ദിസ് ഇസ് അഗെയിൻ സംതിങ് ആസ്ക്ഡ് ഫ്രം നമ്മുടെ ചാപ്റ്റർ നമ്പർ 3, മെൻഡലോസ് മെട്രിക്സ്. സി, മെൻഡലോസ് മെട്രിക്സ് എന്നൊരു MCQ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് എ തിയറി ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്ക് 5 മാർക്ക് തിയറി ക്വസ്റ്റ്യൻ ഇൻ ദ എക്സാം. So let this be my prediction. ഇതെന്റെ prediction for your upcoming exam Jan 25. So ഇത് recording ആണ്. So let this be my prediction. You can expect a theory question from Mendelow's matrix. Okay. So prediction workout ആവുമെന്ന് എനിക്കറിയില്ല, but let this be my prediction. Okay, ഇതെന്റെ ഒരു prediction ആണ്. ഈ ഒരു ടോപ്പിക് എന്നൊരു ചോദ്യം നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവും. Okay. Yes, നമുക്ക് നോക്കാം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്. So multinational companies planning a merger with local firm in a developing country. Local firms community has high stake എന്ന് പറഞ്ഞാൽ സർ ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് ഹൈ ആണെന്ന് മനസ്സിലായി. എടാ, സ്റ്റേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇൻട്രസ്റ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ പറയാറില്ലേ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് പീപ്പിൾ ഹു ആർ ഹാവിംഗ് ഇൻട്രസ്റ്റ് ഇൻ അവർ കമ്പനി അല്ലെ? സോ ഹൈ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഹൈ ആണ്. ഓക്കെ, മെയിൻറ്റെയിനിങ് ലോക്കൽ എംപ്ലോയ്മെന്റ്, എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്, ബട്ട് പോസസ് ലോ പവർ. പവർ എന്ന് പറയുന്നത് ലോ പവർ. അപ്പം ലോ പവർ, ഹൈ ഇൻട്രസ്റ്റ്.
ഹൗ ഷുഡ് ദ കോർപ്പറേഷൻ കാറ്റഗറൈസ് ലോ പവർ ഹൈ ഇൻട്രസ്റ്റ്? എവിടെ വരുന്നത്? അത് ഓപ്ഷൻ ബി, ലോ പവർ ഹൈ ഇൻട്രസ്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, Ecogreen, a company stabilizing in sustainable home products, has decided to enter the energy sector by developing a marketing and solar panels and home energy storage solution. എന്താ പറഞ്ഞത്? ഒരു കമ്പനി ഉണ്ട് എക്കോഗ്രീൻ എന്ന് പറഞ്ഞിട്ട്, അവർ സസ്റ്റൈനബിൾ ഹോം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നൗ ഡിസൈഡ്സ് ടു എൻറ്റർ ഇൻ ടു അനദർ, അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം അവർ. ദേ ഡിസൈഡ്സ് ടു എൻറ്റർ ദ എനർജി സെക്ടർ. ഇപ്പൊ വീട്ടില് ഹോം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവരിപ്പോ എനർജി സെക്ടർ എൻറ്റയർലി ഡിഫറെന്റ് മാർക്കറ്റിലേക്ക് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ ഇവിടെ പറയാണ്, നോക്കണേ, ബൈ ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് ആൻഡ് സോളാർ പാനൽസ്. സോ ഹോം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം, ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. എന്താ ന്യൂ പ്രോഡക്റ്റ്? സർ, സോളാർ പാനൽ. സോളാർ പാനൽ ആണ് പുതിയ പ്രോഡക്റ്റ്. ഓക്കെ, ദിസ് ന്യൂ ഡയറക്ഷൻ ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ് ലൈൻ that extends beyond their traditional home goods, thereby entering an industry. അപ്പോൾ പുതിയ ഇൻഡസ്ട്രി, ന്യൂ ഇൻഡസ്ട്രി, ന്യൂ പ്രോഡക്റ്റ്, ന്യൂ ഇൻഡസ്ട്രി, ന്യൂ പ്രോഡക്റ്റ്, ന്യൂ ഇൻഡസ്ട്രി, ന്യൂ പ്രോഡക്റ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ. See, these are some simple questions. ഞാൻ തവണത്തെ RTP ഗോ ത്രൂ ചെയ്തു. MCQs ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. സി എസ് എമ്മിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ MCQ ആണ്. കാരണം നിങ്ങൾക്ക് തിയറി പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് സർ, മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. MCQ ഒന്നും മെമ്മറൈസ് ചെയ്യാനില്ല, ജസ്റ്റ് പക്ക പ്യോർ കോൺസെപ്റ്റ്സ് ആണ്. സോ ഇഫ് യു ആർ ഏബിൾ ടു റീകളക്ട് ദ കോൺസെപ്റ്റ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ് ദാറ്റ് യു ഹാവ് learn from your home, so you will be able to easily score these marks. Okay, yes, ഇവിടെ തന്നെ ഇപ്പം അവർ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒന്ന് പുതിയ ഇൻഡസ്ട്രിയിൽ അവർ എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഹോം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആണ്. ഒരു പുതിയൊരു ഇൻഡസ്ട്രിയിൽ അവർ എനർജി ഇൻഡസ്ട്രിയിൽ അവർ ഇറങ്ങാണ്. അവിടെ പുതിയൊരു പ്രോഡക്റ്റ് അവർ ഉണ്ടാക്കണം. എന്താണ്? സോളാർ പാനൽസ്. സോ ന്യൂ പ്രോഡക്റ്റ്, ന്യൂ ഇൻഡസ്ട്രി, ഡൈവേഴ്സിഫിക്കേഷൻ. നെക്സ്റ്റ്, Alpha Corp is undergoing a shift to foster a culture that encourages innovative thinking and team collaboration. സോ ഒരു പുതിയൊരു കൾച്ചർ ചേഞ്ച്, അപ്പൊ കൾച്ചറൽ ചേഞ്ച് അല്ലെ, കൾച്ചറൽ ചേഞ്ച് ഉണ്ടാക്കണം. കൾച്ചറൽ ചേഞ്ച് ടു അച്ചീവ് ദിസ്. അപ്പൊ ഈ കൾച്ചറൽ ചേഞ്ച് ഉണ്ടാക്കാൻ ദ കമ്പനി ഈസ് ഫോക്കസിംഗ് ഓൺ ഹൗ ലീഡേഴ്സ് ഇന്ററാക്ട് വിത്ത് ദിയർ ടീം ആൻഡ് സെറ്റ് എക്സാമ്പിൾസ് ഫോർ ബിഹേവിയർ. സോ ഈ 4S കണ്ടിട്ട് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? അല്ലേ, മെക്കൻസി 7S മോഡൽ. മെക്കൻസി 7S മോഡൽ ശരിയല്ലേ? ശരിയല്ല? യെസ്. സോ മെക്കൻസി 7S മോഡലാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്ന ഏത് സംഭവം ഇതിനകത്തല്ലേ? ലീഡർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ടതാ? ലീഡർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ട? വേഗം പറയൂ. ലീഡർഷിപ്പ് ആണെങ്കിൽ അത് എന്തുമായി ബന്ധം? സർ, ലീഡർഷിപ്പ് സ്റ്റൈൽ സർ, ലീഡർഷിപ്പ് സ്റ്റൈൽ സർ. ഓക്കെ ഫൈൻ. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ലീഡർഷിപ്പ് സ്റ്റൈൽ. ഓക്കെ, ഞാനിപ്പോ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾ ഇതിനകത്ത് ഏതിനാ വരാൻ പറയണം. ഓക്കെ, എംപ്ലോയീസിലെ ടാലന്റുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നെങ്കിൽ ഇത് ഏത് എഴുതും നിങ്ങൾ? A ആണോ, B ആണോ, C ആണോ, D ആണോ? എംപ്ലോയീസിന്റെ ടാലന്റുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ഏത് എഴുതും? എംപ്ലോയീസിന്റെ ടാലന്റ്, ഓപ്ഷൻ C എഴുതും. ഓക്കെ ഫൈൻ. അടുത്തത്, കമ്പനിയിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സി, ഇതൊക്കെ ഒരുപക്ഷെ അവർ അടുത്ത എക്സാം ചിലപ്പോൾ മെക്കൻസിയിൽ ഒരു MCQ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മെക്കൻസിയിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല Jan 25. എന്റെ പ്രഡിക്ഷനകത്ത് MCQ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉണ്ടാവും മെക്കൻസിയിൽ. ഒരു തിയറി ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മെക്കൻസിയിലെ എൻറ്റയർ ടോപ്പിക് ഓൾറെഡി അവർ May 24 ചോദിച്ചിട്ടുണ്ട്. May 24 5 മാർക്കിന് ഓൾറെഡി മെക്കൻസി ചോദിച്ചിട്ടുണ്ട്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ ഫ്രം മെക്കൻസി ഫോർ ദിസ് അപ്കമിങ് Jan 25 എക്സാം. പക്ഷെ നിങ്ങൾക്ക് ഒരു MCQ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോൾ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. എംപ്ലോയീസിന്റെ ടാലന്റുമായി ബന്ധപ്പെട്ടതാണുണ്ട് സ്കില്ല്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ വർക്ക് സ്ട്രക്ചർ, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്പറേഷൻസ് ഹൗ വി ആർ ഡൂയിങ് ദിസ് വർക്ക്, സിസ്റ്റം ആണ്. എന്താണ്? സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടത് സിസ്റ്റം ആണ്. നമ്മുടെ ഹൈറാർക്കിയുമായി ബന്ധപ്പെട്ടത് എന്താണ്? സ്ട്രക്ചർ ആണ്. ഓക്കെ, ഹൈറാർക്കിയുമായി ബന്ധപ്പെട്ടത് സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ 4 കീവേഡ്സ് ഓർത്ത് വെക്കാം. എങ്ങനെ വേണമെങ്കിലും അവർ ചോദിച്ചു നോക്കി. ഇപ്പൊ ഇവിടെ ലീഡർഷിപ്പ് ചോദിച്ചതുകൊണ്ട് ലീഡർഷിപ്പ് സ്റ്റൈലാണെന്ന് മനസ്സിലായി. ചിലപ്പോൾ എക്സാമിന് എംപ്ലോയീസിന്റെ ടാലന്റുമായി ബന്ധപ്പെട്ടതായിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ അവർ പറയാണ് അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നൗ ദേ ആർ ഗോയിങ് ടു ഹയർ എംപ്ലോയീസ് ഹു ആർ ഹാവിംഗ് ഗുഡ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവർ ഹയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് ഏതിൽ വരിക? സ്കിൽസിൽ വരും. ഓക്കെ ആണോ? സോ ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. സോ മേക്ക് ഷുവർ റീഡ് ദ ക്വസ്റ്റ്യൻ thoroughly. എല്ലാ ടോപ്പിക്കും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് പോവാം. ഓക്കെ, ഒരു ടോപ്പിക് പോലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരുപാട് കുട്ടികളുടെ മെസ്സേജ് വരുന്നു, സാർ ഞാൻ ചാപ്റ്റർ 5 സ്കിപ്പ് ചെയ്യട്ടെ, ചാപ്റ്റർ 2 കുറച്ച് ടോപ്പിക് സ്കിപ്പ് ചെയ്യട്ടെ. ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത്.
ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ കയറിയിട്ട് റിവിഷൻ വീഡിയോ എങ്കിലും കണ്ടിട്ട് പോവാം. റിവിഷൻ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. അറ്റ്ലീസ്റ്റ് MCQ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു ടോപ്പിക്ക് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടോപ്പിക്ക് ചിലപ്പോൾ തിയറി വരാം, ചിലപ്പോൾ MCQ വരാം. തിയറി ടോപ്പിക്ക് മിസ് ചെയ്ത് നമുക്ക് ഒന്നും എഴുതാൻ പറ്റാം. അറ്റ്ലീസ്റ്റ് MCQ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പ്രോപ്പർ കോൺസെപ്റ്റ് നോളജ് ഉണ്ടെങ്കിൽ. സോ ഒരു ടോപ്പിക്ക് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ വി ആർ ഡൺ വിത്ത് MCQs. So I hope നിങ്ങളുടെ MCQs are not that difficult. So theory questions നമുക്ക് നോക്കാൻ പറ്റുന്നത് very simple questions ആണ്. So first one, chapter 1 എന്ന ടോപ്പിക് ചോദിച്ചിട്ട് നോക്കാലോ. സോ കുറേ കഥ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ലൈൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, സോ എന്താണ് കീ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CEO എന്ന് പറയുമ്പോൾ ഏത് ലെവലിലാണ് വരിക പറ? ചാപ്റ്റർ 1 നമുക്ക് 3 ലെവലുണ്ട്: കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫങ്ഷണൽ ലെവൽ, അല്ലെ? അപ്പൊ CEO എന്ന് പറയുമ്പോൾ ഏത് ലെവലാണ് വരിക? കോർപ്പറേറ്റ് ലെവൽ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? യെസ്. സോ കോർപ്പറേറ്റ് ലെവൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്ട്രാറ്റജിക് ലെവൽ. ഏതാ ലെവൽ? കോർപ്പറേറ്റ് ലെവൽ. കോർപ്പറേറ്റ് ലെവലിലെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരു 7 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? ഡിഫൈൻ ദ വിഷൻ, മിഷൻ, പ്രൊവൈഡിങ് ദ ലീഡർഷിപ്പ്, വാട്ട് ബിസിനസ്, അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ്. ഓർക്കുന്നുണ്ടോടാ? implementing strategy for each business. I hope you are remembering all these points. So ആ ഒരു പോയിന്റ് തന്നെ ജസ്റ്റ് അതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. ഈവൻ നമ്മുടെ ചാർട്ട് ബുക്കിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ചാർട്ട് ബുക്കിനകത്ത് ചാപ്റ്റർ നമ്പർ 1 ഇതേ കിട്ടും. ഈ പോയിന്റ്സ് ഓക്കെ ആണോ? ഡിഫൈൻ ദ വിഷൻ, മിഷൻ, ഗോൾസ്, പ്രൊവൈഡിംഗ് ദ ലീഡർഷിപ്പ്, വാട്ട് ബിസിനസ്, അലോക്കേറ്റിംഗ് റിസോഴ്സസ്, ഫോർമുലേറ്റിംഗ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി, ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ആ പോയിന്റ്സ് ഒരു ജസ്റ്റ് ഒരു 5-6 പോയിന്റ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഓക്കെ, എക്സാമിന് 5 മാർക്കിനാണ് ചോദ്യം ഉള്ളത്. അതിൽ ഓൾറെഡി അവർ ഏത് സ്ട്രാറ്റജിയാണ്, ഏത് ലെവലാണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ കോർപ്പറേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അതിന് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി 4 മാർക്കിനാണ് എഴുതുക. 4 മാർക്കിന് 4 പോയിന്റ് മോർ ദാൻ ഇനഫ് ആണ്. അപ്പൊ നന്നായിട്ട് അറിയുന്ന 4 പോയിന്റ് ആദ്യം തന്നെ എഴുതുക. പറ്റുവാണെങ്കിൽ ഒരു 2 എക്സ്ട്രാ പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾ അതൊരു എന്താ പറയാ, മറ്റേ ഒരു എക്സ്ട്രാ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ സർ, ഒരു പ്രോബ്ലം ഉണ്ട്. കറക്റ്റ് പോയിന്റ് എഴുതിയിട്ട് ഓൺലി 3 മാർക്സ് കിട്ടിയിട്ടുള്ളൂ. കറക്റ്റ് പോയിന്റ് എഴുതിയിട്ട് 3 മാർക്സ്. ഓക്കെ, ഔട്ട് ഓഫ് 5. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ പേപ്പർ നോക്കേണ്ടി വരും. എനിക്ക് ഓൾറെഡി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താ അറിയോ? ഇത്തവണ നിങ്ങൾ ICI ട്യൂബ് എന്നൊരു യൂട്യൂബിൽ ഒരു ചാനലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പം. ICIയുടെ തന്നെ ഒരു ചാനലില്ലേ? യെസ്. ആ ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പൊ ICI തന്നെ നേരിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സെപ്റ്റംബർ 24 എക്സാമിന് പാസ് പെർസെന്റേജ് കുറഞ്ഞത്, എന്തുകൊണ്ടാണ് ഓരോ പേപ്പറിന്റെ വീഡിയോസ് അവർ ഇട്ടിട്ടുണ്ട്. ഇൻഡിവിജ്വലി ഓരോ പേപ്പറിന്റെ അഡ്വാൻസ് അക്കൗണ്ട്സ്, FMSM, ഓഡിറ്റിംഗ്, ലോ, ടാക്സ്, ഓരോ പേപ്പറും കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അവർ കാണിച്ചിട്ടുണ്ട്, അവർ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലെ വീഡിയോസ് ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞാൽ, കുട്ടികൾ ഹെഡിങ്സ് നന്നായിട്ട് എഴുതുന്നുണ്ട്. കുട്ടികൾ ഹെഡിങ്സ് ഒക്കെ നന്നായിട്ട് എഴുതുന്നുണ്ട്. അകത്ത് എഴുതിയ കണ്ടന്റ് ഓൺ വേർഡ്സിൽ വിതൗട്ട് ഇൻക്ലൂഡിംഗ് ദ കീവേഡ്സ് ആണെങ്കിൽ ദേ ആർ നോട്ട് ഗോയിങ് ടു ഗിവ് യു മാർക്ക്. ഹെഡിങ്സിന് 1 മാർക്കാണ്. അപ്പൊ നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ ആണോ? അപ്പം കുട്ടികൾ നിങ്ങൾ ഹെഡിങ് മാത്രം പഠിച്ചിട്ട്, നിങ്ങൾ കുറെ ആൾക്കാർ നമ്മൾ ഹെഡിങ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം, ഹെഡിങ് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ എഴുതി വെക്കാം, മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വരികയാണ്. ഓക്കെ, അതിനകത്ത് ഒരു പോയിന്റ് ആണ് കോസ്റ്റ്ലി. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് എ കോസ്റ്റ്ലി പ്രോസസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ് എഴുതേണ്ടത്? ഇറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻസ് ടു ഓർഗനൈസേഷൻ ബിക്കോസ് ദേ വോണ്ട് ടു ഹയർ സ്ട്രാറ്റജിക് പ്ലാനേഴ്സ്. അത് കോസ്റ്റ് കൂട്ടും, അങ്ങനെ എഴുതേണ്ടത്. അല്ലാതെ ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി പ്രോസസ്. യെസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വെരി കോസ്റ്റ്ലി പ്രോസസ്, ബിഗ് എക്സ്പെൻസ്, ഹ്യൂജ് എക്സ്പെൻസ് ഫോർ ദ കമ്പനി. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയ മാർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഐ ഓൾവേസ് ആസ്ക് മൈ സ്റ്റുഡൻസ്, ഹെഡിങ് കറക്റ്റ് ആയിട്ട് എഴുതാം. ഒരു സെന്റൻസ് എഴുതിയാൽ മതി, കൂടുതൽ എഴുതണം. ഒറ്റ സെന്റൻസ് കണ്ടന്റ് എഴുതിയാൽ മതി, പക്ഷെ ആ ഒരു സെന്റൻസ് സ്റ്റഡി മെറ്റീരിയൽ സെന്റൻസ് ആയിരിക്കണം. ഓക്കെ ആണോ? യെസ്. എക്സ്പീരിയൻസ് എക്സ്പേർട്സ് നീഡ്സ് ടു ബി എൻഗേജ്. യെസ്, കറക്റ്റ്. സർ, വിച്ച് യൂട്യൂബ് ചാനൽ സർ? എടാ, നമ്മുടെ ICIയുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ICAI ട്യൂബ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ICAI ട്യൂബ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. നിങ്ങൾക്ക് ചുമ്മാ ഇരുന്ന് കയറാം. ഓക്കെ, ICI ട്യൂബ് തന്നെയല്ലേ പേര്? ആണ്, അങ്ങനെ തന്നെയാണ് അതിന്റെ പേര്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ICI ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ വേണം ഫോൺ എടുത്തിട്ട് ഒന്ന് അടിച്ചു നോക്കിയിട്ട് എല്ലാവരും. ICAI ട്യൂബ് ഇതേ കാണുന്നത്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ICI ട്യൂബ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ നേരെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സക്സസ് അറ്റ് CA എക്സാം ബോർഡ് ഓഫ് സ്റ്റഡീസ് Jan 25 എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ്, സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റും? വീഡിയോസ് കാണാൻ പറ്റും, സബ്ജക്ട് വൈസ്. ഓക്കെ, സബ്ജക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് അത് 1.5 മണിക്കൂറുണ്ട് വീഡിയോസ്.
അപ്പൊ നിങ്ങൾ ഓരോ സബ്ജക്ട് എടുത്ത് കാണുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ വാട്ട് ഐ വിൽ റിക്വസ്റ്റ് യു ടു ഡു ഇസ് ഏതെങ്കിലും ഒരുത്തം കാണാം. എനിവേ എസ് എമ്മിന്റെയും ഓഡിറ്റിംഗിനും സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എസ് എമ്മിന്റെയും ഓഡിറ്റിംഗിനും സംഭവം ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. എനിവേ ഫൈൻ. സോ അതാത് ഫാക്കൽറ്റീസ് ഈ വീഡിയോസ് കണ്ടിട്ട് അവരോടൊന്ന് ഇതിന്റെ ക്രിസ്പ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളിരുന്ന് കാണുവാണെങ്കിൽ കണ്ടോ, 1.5 മണിക്കൂറുണ്ട് ഓരോ വീഡിയോസ്. ഓക്കെ, സമയം കിട്ടുവാണെങ്കിൽ കണ്ടോ. സോ മേക്ക് ഷുവർ യു സീ അറ്റ് ദ ഏർലിയസ്റ്റ് ദ ലാസ്റ്റ് ടൈം ആൻഡ് ദേ മേഡ് ഇറ്റ് പ്രൈവറ്റ്. ഓക്കെ ആണോ? ഓക്കെ, ഓ ഫൈൻ ഫൈൻ. അറ്റ് ലാസ്റ്റ് ദേ മേഡ് ഇറ്റ് പ്രൈവറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, സെയിം തിങ്. ഫസ്റ്റ് പറയാം അവർ ഏത് ലെവലാണെന്ന് പറയാം. കോർപ്പറേറ്റ് ലെവൽ. സി, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതേപോലെ തന്നെ എഴുതാൻ ശ്രമിക്കാം. നിങ്ങൾ എഴുതുന്ന ആൻസർ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ അവർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ആൻസർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ ലൈഫ് കുറച്ചുകൂടി സിമ്പിളോ. അയാൾ ഇരുന്ന് പരുതേണ്ട ആവശ്യമില്ല ഏത് ആൻസർ എന്ന്. സോ ഇവിടെ തന്നെ പറഞ്ഞു നോക്കി, ഇവിടെ അവരെങ്ങനെ ആൻസർ പറഞ്ഞത് കോർപ്പറേറ്റ് ലെവൽ. അതേപോലെ തന്നെ ഇവിടെ നോക്ക്, കീവേഡ്സ് അവർ ഓവർസീ ദ ഡെവലപ്മെന്റ്, ഡിഫൈൻ ദ വിഷൻ ഗോൾ, പ്രൊവൈഡിങ് ദ ലീഡർഷിപ്പ്, determine what business it should be in, allocating resources, formulating, implementing the strategy. ഇത് തന്നെയാണ് നമ്മുടെ ചാർട്ട് ബുക്കിനകത്തുള്ളത്. ഓക്കെ, ഡിഫൈൻ ദ വിഷൻ goal, what business, allocating the resources, providing leadership, formulating and implementing strategy. കീവേഡ്സ്, ആ കീവേഡ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ you will be able to score mark. കീവേഡ്സ് എഴുതാൻ പറ്റുവാണെങ്കിൽ you will be able to score mark. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, ഈ ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എക്സാമിന്. നിങ്ങളുടെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ തീരെ പ്രതീക്ഷിക്കുന്ന റീസൺ ഇത് എക്സാമിന് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. Okay, I think this is asked for May 24 exam. This May 24 directly അവർ ചോദിച്ച ചോദ്യമാണ്. So I'm not expecting this question. Maybe they can ask some other question from this topic. Mission in the വേറൊരു ടോപ്പിക് അവർക്ക് ചോദിക്കാൻ പറ്റും. Okay, so why is mission important? Tell me. Why is mission important? നമ്മൾ അവിടെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. യുനാനിമിറ്റി ഓഫ് പർപ്പസ്. ഒരു എല്ലാവരുടെയും പർപ്പസ് യുനാനിമസ് ആകണമെങ്കിൽ നമുക്ക് മിഷൻ വേണം. സെയിം മീനിങ് വരുന്ന എസ്റ്റാബ്ലിഷ്ഡ് ജനറൽ ടോൺ, എല്ലാവരുടെയും ചിന്താഗതി സെയിം ആകണമെങ്കിൽ നമുക്ക് വേണം. പിന്നെ എന്താണ് ബേസിസ് ഫോർ അലോക്കേറ്റിംഗ് ആസ് വെൽ ആസ് ബേസിസ് ഫോർ മോട്ടിവേറ്റിംഗ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. പിന്നെ ഫോക്കൽ പോയിന്റ് where one can identify the mission. Then once you identify the mission will specify the purpose. ഈ പർപ്പസ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടൂ? മിഷന്റെ അകത്ത് കിട്ടൂ. സ്പെസിഫൈ ദ പർപ്പസ് ആൻഡ് യു ക്യാൻ ട്രാൻസ്ലേറ്റ് ദിസ് പർപ്പസ് ഇൻ ടു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ദെൻ യു ക്യാൻ ഇറ്റ് ഹെൽപ്സ് യു ടു സ്പെസിഫൈ ദ വർക്ക് സ്ട്രക്ചർ. ഈ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ആൻസർ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത്രയും കീവേഡ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇത് നമ്മുടെ എവിടെയുണ്ട്? നമ്മുടെ ചാർട്ട് ബുക്കിനകത്ത് കാണാൻ പറ്റും. മിഷൻ അല്ലേ, മിഷൻ എന്ന് പറയുമ്പോൾ ഇതേ കിടക്കുന്നു. ഇതേ വൈ മിഷൻ. സി, മിഷനകത്ത് ഒരു ചോദ്യം ചോദിക്കണം എന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ ഒന്നെങ്കിൽ ഇത് ചോദിക്കും അല്ലെങ്കിൽ ഇത് ചോദിക്കും. ഓക്കെ, ഇത് ഓൾറെഡി May 24 ചോദിച്ചിട്ടുണ്ട്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദ സെയിം ക്വസ്റ്റ്യൻ they will be testing again in Jan 25. So my expectation, my prediction is if they want to ask some question from mission, അതിതായിരിക്കും. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റ് സെപ്റ്റംബർ 24 അവർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ടെസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 24 ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, May 24 മിഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ആം എക്സ്പെക്ടിങ് എയ്തർ വിഷൻ ഓർ വാല്യൂസ്. ഇതാണ് എന്റെ പ്രഡിക്ഷൻ ഇതാണ്. ഒന്നെങ്കിൽ വിഷൻ അല്ലെങ്കിൽ വാല്യൂസ്. ഇനി മിഷനിൽ നിന്നൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ അത് ഇതായിരിക്കും, ചെക്ക് ലിസ്റ്റ് ഫയൽ റൈറ്റിംഗ് മിഷൻ. ഓക്കെ, സോ ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. അതിന്റെ ആൻസർ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ സെയിം തന്നെ ഉണ്ടാവുക, ഒരു വ്യത്യാസം ഉണ്ടല്ലോ, സെയിം തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, യുനാനിമിറ്റി ഓഫ് പർപ്പസ്, അലോക്കേറ്റിംഗ് റിസോഴ്സസ്, എസ്റ്റാബ്ലിഷ് ജനറൽ ടോൺ ഫോർ ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, ഫോക്കൽ പോയിന്റ്, ട്രാൻസ്ലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. സി, നിങ്ങൾക്ക് ഇത്തവണത്തെ RTP ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ എഴുതേണ്ട കീവേഡ്സ്, അതായത് നിങ്ങളുടെ ഇവാലുവേറ്റർ ശ്രദ്ധിക്കുന്ന കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ആണ് ഇവർ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ കീവേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഇതുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് മാർക്ക് കിട്ടും. ഇന്നോവേറ്റിംഗ് അല്ല, ആക്ച്വലി മോട്ടിവേറ്റിംഗ് എന്നാണ് വാക്ക്. മോട്ടിവേറ്റിംഗ് ദ യൂസ് ഓഫ് റിസോഴ്സസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഫോക്കൽ പോയിന്റ്, ട്രാൻസ്ലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഇൻ ടു വർക്ക് സ്ട്രക്ചർ, സ്പെസിഫൈസ് ദ പർപ്പസ് ഓഫ് ദ ഓർഗനൈസേഷൻ പർപ്പസ് ഇൻ ടു ഗോൾസ്. ഈ വാക്ക് നിങ്ങളുടെ ആൻസറിനകത്ത് ഉണ്ടായാൽ മതി. ഈ വാക്കൊക്കെ നമ്മുടെ ചാർട്ട് ബുക്കിലുണ്ടോ നോക്കിയട്ടെ. യുനാനിമിറ്റി ഓഫ് പർപ്പസ്, basis for allocating resources, base for motivating the resources, general tone of organizational climate, focal point, translating objectives into work structure,
സ്പെസിഫൈ ദ ഓർഗനൈസേഷൻ പർപ്പസ് ആൻഡ് ട്രാൻസാക്ഷൻ ഇൻ ടു ഗോൾസ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? അപ്പൊ ഈ കീവേഡ്സ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. കീവേഡ്സ് നിങ്ങളുടെ ആൻസറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും മാർക്ക് കിട്ടില്ല. നിങ്ങൾ ഹെഡിങ് എഴുതി വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ലടാ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ SM പേപ്പർ, ടു ബി വെരി ഓണസ്റ്റ്, September 24 പേപ്പർ വാസ് വെരി ഈസി, വെരി ഈസി, വെരി ഓണസ്റ്റ്, വെരി ഈസി പേപ്പർ ആയിരുന്നു. ഓക്കെ, പക്ഷെ കുറേ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല, സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് കുട്ടികൾ 38, 39 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. റീസൺ, അവർ ആൻസർ പേപ്പർ എടുത്തു. എനിക്ക് ഒരുപാട് കുട്ടികൾ മെസ്സേജ്, സാർ നല്ല പേപ്പർ ആയിരുന്നു സർ, പക്ഷെ മാർക്ക് കിട്ടിയിട്ടില്ല സർ. ഞാൻ നല്ലപോലെ എഴുതിയിട്ടുണ്ട് സർ, പക്ഷെ എനിക്ക് മാർക്ക് തന്നിട്ടില്ല സർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒന്ന്, കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടൂ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ അവർ ഇത്തവണത്തെ എക്സാം കുറച്ച് ലീനിയന്റ് ആക്കാം, കുറച്ച് പാസ് പെർസെന്റേജ് കൂട്ടണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺ വേർഡ്സ് എഴുതിയാലും അവർ നിങ്ങൾക്ക് മാർക്ക് തരും. അവർക്കിപ്പോൾ ഒരു ഈ IC എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം ഒരു ഇതുണ്ടാവും, ഇത്തവണ ഇത്ര പെർസെന്റേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. സ്ട്രിക്റ്റ് ഇവാലുവേഷൻ, കീവേഡ്സ് അതുപോലെ വന്ന് മാർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് മുന്നേ പാസ്സായി കുട്ടികൾക്ക് ബുക്കിനകത്തുള്ള അതേപോലെ എഴുതിയിട്ടാണ് അവർ പാസ്സായി, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ അവർ ഓൺ വേർഡ്സിലേക്ക് എഴുതിയിട്ടുണ്ടാവാം, പക്ഷെ ആ അറ്റംപ്റ്റ് ചിലപ്പോൾ പാസ് പെർസെന്റേജ് കുറച്ച് പേര് കൂട്ടിയിട്ടുണ്ടാവും അവർ. അപ്പൊ പാസ് പെർസെന്റേജ് ഒന്ന് റിസ്ട്രിക്ട് ചെയ്യണം എന്ന് അവർക്ക് വിചാരിക്കണം. അവർ സ്ട്രിക്ട്ലി ദേ വിൽ ലുക്ക് അറ്റ് ദ കീവേഡ്സ്. ഓക്കെ, അപ്പൊ കീവേഡ്സ് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാം. ഓക്കെ, കീവേഡ്സ് നിങ്ങൾ പഠിച്ചിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ല. എന്താ റിസ്ക് ഇല്ലാതെ? പാസ് പെർസെന്റേജ് കൂട്ടിയാലും കുറച്ചാലും നിങ്ങളുടെ സൈഡ് നിങ്ങൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആസ് എ ഫാക്കൽറ്റി ഐ ക്യാൻ സിംപ്ലി ടെൽ യു ലൈക്ക്, നിങ്ങൾ ഓൺ വേർഡ്സ് എഴുതിയാൽ മതി മക്കളെ, മാർക്കൊക്കെ കിട്ടുവാടാ എന്ന് പറയാം. ചിലപ്പോൾ മാർക്ക് കിട്ടും, അവർ ലീനിയന്റ് ആക്കുവാണെങ്കിൽ. ടഫ് ആക്കിയ പണി കിട്ടും. ഓക്കെ ആണോടാ? സോ മാക്സിമം കീവേഡ്സ് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, കീവേഡ്സ് മൊത്തം ഞാൻ ഈ ചാർട്ട് ബുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ ആൻഡ് യു വിൽ ഗെറ്റ് ദിസ് ചാർട്ട് ബുക്ക്, ഓർ ജസ്റ്റ് എവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ ചാർട്ട് ബുക്ക്. ഓൾറെഡി ഇതിന്റെ PDF ഓൾറെഡി ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കീവേഡ്സ് മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദിസ്, ഓർ എൽസ് യു ക്യാൻ അറ്റ്ലീസ്റ്റ് യു ക്യാൻ റെഫർ യുവർ സ്റ്റഡി മെറ്റീരിയൽ. ICയുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ ആണോടാ? യെസ്. സോ വി ആർ ഡൺ വിത്ത് ചാപ്റ്റർ 1. മൂവിംഗ് ഓൺ ടു ദ ചാപ്റ്റർ 2. എന്താണ് ചാപ്റ്റർ 2 പറഞ്ഞത് നമുക്ക് നോക്കാലോ. ജസ്റ്റ് കുറച്ച് കുറേ വായിക്കണ്ട. നിങ്ങൾ പരീക്ഷക്കായാലും ഫസ്റ്റ് ഒന്ന് ലാസ്റ്റ് ലൈൻ വായിച്ച ശേഷം മുകളിൽ നിന്ന് വായിക്കാൻ നോക്കാം. കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിന്റെ സ്റ്റെപ്സ്. ഇനി നിങ്ങൾ ഫുള്ള് കഥ ഇരുന്ന് വായിച്ചു, കുഴപ്പമില്ല. അപ്പൊ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്തൊക്കെയാണ്. നിങ്ങൾ പറ. ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റർ, അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീറ്റർ, പിന്നെന്താണ്? ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത്, ഡിറ്റർമൈൻ ദ വീക്ക്നെസ്, and finally put all information together. Okay, ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിൾ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ചാപ്റ്റർ നമ്പർ 2 പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മുടെ ചാർട്ട് ബുക്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാലോ. ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കാം. See this one, steps to understand the ഇത്. ഇത്ര എഴുതിയാൽ മതി, കൂടുതലൊന്നും എഴുതണ്ട. ഇത്രേ എഴുതണ്ടു. കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഇത്ര എഴുതിയാൽ മതി. ഒരുപാട് നിങ്ങളിപ്പം ഒരു പക്ഷേ ICയുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കും, ഒരുപാടുണ്ടാവും. എടാ ഞാൻ പറയട്ടെ, അത്രയും എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ മറ്റേ എന്തിനും അല്ലെങ്കിൽ നാക്കുമ്പോഴേക്കും തലേനകത്ത് കയറാൻ വേണ്ടിയിട്ട്. സോ കീവേഡ്സ് സ്ട്രെസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ ആണോടാ? യെസ്. നോക്കി, ഇറ്റ്സ് എ ബിസിനസ് അനാലിസിസ്. എന്താ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, സ്റ്റെപ്സ് എഴുതാം. ഓക്കെ, യെസ്. നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാണ്ട്, ഐ വിൽ ടെൽ ദാറ്റ് റൈറ്റ് നൗ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് പറഞ്ഞല്ലോ, നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. സോ ഇവിടെ ആദ്യം പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റർ, അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീറ്റർ, ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത്, ഡിറ്റർമൈൻ ദ വീക്ക്നെസ്, പുട്ട് ഓൾ ദി ഇൻഫോർമേഷൻ ടുഗദർ. നിങ്ങൾ ഇപ്പൊ എൻ്റെ ഈ ചാർട്ട് ബുക്കിലെ ഈ ആൻസർ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഈ ആൻസർ നിങ്ങൾ ഇതുപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. വൈ? ടെൽ മീ. സാറല്ല സാർ ഇപ്പൊ പറഞ്ഞ സാറിന്റെ ചാർട്ട് ബുക്കിലുള്ള ആൻസർ എഴുതിയാൽ മതി, മാർക്ക് കിട്ടും, കൂടുതലൊന്നും എഴുതണ്ടാന്ന്. അതേ ഞാൻ തന്നെ ഇപ്പൊ മാറ്റി പറയാണ്, ഈ ആൻസർ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? ടെൽ മീ. ബിക്കോസ് ഇറ്റ് ഈസ് എ കേസ് സ്റ്റഡി. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ് കേസ് സ്റ്റഡിയിൽ പോയിട്ട് വെറും പ്രൊവിഷൻ എഴുതിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എടാ, ഇതൊരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ ആണോ? ഇത് കേസ് സ്റ്റഡി ആവുന്ന സമയത്ത് ആ കേസ് സ്റ്റഡി ആയിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്തത് എന്താ അറിയോ? ഇത് തന്നെ എഴുതി വെക്കും. ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ്, അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീറ്റേഴ്സ്, ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത്, ഡിറ്റർമൈൻ ദ വീക്ക്നെസ്. അത് ഫുൾ അതേപോലെ തന്നെ എഴുതി വെക്കും. യു വിൽ ബി വെരി കോൺഫിഡൻറ്റ്. സാർ എക്സാം വാസ് സോ സിമ്പിൾ സാർ, എത്ര ഈസി പേപ്പർ സാർ പഠിപ്പിച്ചതൊക്കെ സാർ, സാറിന്റെ ചാർട്ട് ബുക്കിലെ ക്വസ്റ്റ്യൻ അതുപോലെ വന്നു സാർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. പരീക്ഷ കഴിഞ്ഞപ്പോൾ അതേ കുട്ടികളെ വീണ്ടും സാർ ഞാൻ എഴുതി സാർ, പക്ഷെ മാർക്ക് തന്നിട്ടില്ല സാർ. സോ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതൊരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, അപ്പൊ കേസ് സ്റ്റഡിനകത്ത് ഹെഡിങ് സെയിമാണ്.
നിങ്ങൾ ചിലപ്പോൾ ഇതേപോലെ ഹെഡിങ് എഴുതിയിട്ടും ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റർ, അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീറ്റർ. സി അവർ എങ്ങനെ എഴുതി നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ കോമ്പറ്റീറ്റർ ലാൻഡ്സ്കേപ്പ് ഇസ് ടു ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റർ. Okay, here the Mr. Kumar should gather actual data about market share and position of the competitors. This is where you have to apply your brain. ജസ്റ്റ് പഠിച്ച സാധനം അവിടെ കൊണ്ടുപോയി വൊമിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു അപ്ലൈ യുവർ ബ്രെയിൻ. ഓക്കെ ആണോ? സോ ഇവിടെയാണ് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റിന് ഡയറക്റ്റ് ആൻസർ, ഡയറക്റ്റ് ക്വസ്റ്റിന് ഡയറക്റ്റ് ആൻസർ. ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ, അതായത് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേസ് സ്റ്റഡി. അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് എഴുതിയിട്ടുണ്ട്, മിസ്റ്റർ എ, മിസ്റ്റർ ബി, മിസ്റ്റർ കുമാർ, മിസ്റ്റർ ശുക്ല എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേര് ഇൻക്ലൂഡ് ചെയ്യാതെ കേസ് സ്റ്റഡി നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ല് കിട്ടും എൻ്റെ കയ്യിൽ നിങ്ങൾക്ക്. ഓക്കെ ആണോ? ആൻസറിനകത്ത് കേസ് സ്റ്റഡി ചെയ്ത ആളുടെ പേരുണ്ടാവണം. ആൻസറിനകത്ത്, അതായത് ആൻസർ ഇപ്പൊ സ്റ്റെപ്പ് ആണെങ്കിൽ ഓരോ സ്റ്റെപ്പിന്റെ അകത്ത് ആ കേസ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യണം. ദീസ് ആർ സം ഓഫ് ദ ഹാക്സ്. എടാ ഞാൻ പറയട്ടെ, നമ്മൾ ഈ മല്ലു സ്റ്റുഡൻസ് ഉണ്ടല്ലോ, നല്ല ബ്രെയിൻ ഉള്ള കുട്ടികളാണ് നമ്മുടെ മല്ലു സ്റ്റുഡൻസ്. വെരി ഓണസ്റ്റ്, നമ്മുടെ കേരള സ്റ്റുഡൻസ് ഭയങ്കര ബ്രെയിൻ ഉണ്ട്, പക്ഷെ അത് അവർക്ക് പ്രോപ്പർലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഹിന്ദിക്കാർക്ക് നമ്മളത്ര ബ്രെയിൻ ഒന്നും ഉണ്ടാവില്ല എന്നല്ല, ഉണ്ട് കേട്ടോ. ഓൾ ഇന്ത്യ റാങ്ക്സ് ഒക്കെ അവർക്ക് തന്നെയാണ്, പക്ഷെ അവർക്ക് എല്ലാം അറിയാം, എങ്ങനെ എഴുതേണ്ട, ഹാക്ക് അറിയാം അവർക്ക്, എങ്ങനെ എഴുതിയാൽ അവരുടെ മാർക്ക് വീഴാൻ അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നമ്മൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ ഹിന്ദിക്കാർക്ക് ടൈം എടുത്തിട്ടാണ് അവർ. ഹലോ അതോ മ്യൂട്ടൊക്കെ മാറിയിട്ടുണ്ട് പ്ലീസ്. ആരുടെ മ്യൂട്ട് മാറ്റിയത്? ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ കേസ് സ്റ്റഡീസ് ഒക്കെ വന്നിട്ട് പ്രൊവിഷൻ മാത്രം എഴുതി വെക്കരുത് മക്കളെ. അതിന്റെ അകത്ത് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യാം, കേസ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, കേസ് സ്റ്റഡീസ് ഇൻക്ലൂഡ് ചില സമയത്തുണ്ടല്ലോ, അവർ കേസ് സ്റ്റഡി നിങ്ങൾ ഈ ഇൻക്ലൂഡ് ഈ സംഭവമില്ല, അവർ വായിക്കും പോലില്ല. അവർ നോക്കും ഈ പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആ മിസ്റ്റർ കുമാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മിസ്റ്റർ കുമാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അവർ ഫുൾ മാർക്ക് തരും. നിങ്ങൾ ഇതുപോലെ ഈ ചാർട്ട് ബുക്കിലുള്ള ഒരു ഐഡന്റിഫൈ, അണ്ടർസ്റ്റാൻഡ് ഹു ആർ ദ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ദിയർ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റില്ല, ജസ്റ്റ് എന്താ എഴുതുക, മിസ്റ്റർ കുമാർ, അവിടെ എഴുതിയത് മിസ്റ്റർ കുമാർ should understand who are their competitor and he should understand how much, what is their market share. അങ്ങനെ എഴുതിക്കോ, മാർക്ക് കിട്ടും. നോക്കിയോ, മിസ്റ്റർ കുമാർ should gather actual data on the market share, understand. ഓക്കെ, അതന്നെ ഇപ്പൊ നമ്മൾ അവിടെ പറഞ്ഞത്. യെസ് സർ, ഹിന്ദി കുട്ടികൾ എന്താ ചെയ്യുന്ന മാർക്കറ്റ്? സി, അവർ കുറെ ഹാക്സ് ഉണ്ട് അവർക്ക്. ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, അത് അവർക്ക് കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു. അതായത് ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ, എന്താണ്, ആൻസർ എഴുതുമ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യണം. സോ നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മൾ എന്താ, നമ്മൾ കൂടുതൽ കോൺസെപ്റ്റ് നോളജ് പറഞ്ഞുകൊണ്ടേയിരിക്കും, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കും കുട്ടികൾക്ക്. പക്ഷെ കുട്ടികൾക്ക് എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടാന്ന് പറഞ്ഞു കൊടുക്കില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഇപ്പൊ സെപ്റ്റംബർ 24 എഴുതി പല കുട്ടികളും, ഇപ്പൊ എനിക്ക് തന്നെ കുറേ കുട്ടികൾ പേപ്പേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് നോക്കാൻ. എനിക്ക് നോക്കാനുള്ള സമയം കിട്ടുന്നില്ല, ടു ബി ഓണസ്റ്റ്. അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ച് കുട്ടികളൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ അവർക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഐ എം വെരി ഹാപ്പി. എന്റെ സ്റ്റുഡൻസിന് കുറെ പേർക്ക് കോൺസെപ്റ്റ് അറിയാം, പക്ഷെ അവർ എഴുതിയ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയ ഫോർമാറ്റ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ എഴുതിയതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത വേർഡിങ്സ്, അവരെങ്ങനെയാണ് അത് എഴുതിയത്, അതിലാണ് മിസ്റ്റേക്ക് വന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഹെഡിങ്ങും പ്രൊവിഷൻ എഴുതി വെക്കും, കേസ് സ്റ്റഡി ആയിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ലിങ്ക് ചെയ്യും. സി, ഇതിനകത്ത് ഇപ്പം ഓഡിറ്റിംഗ് ആയിക്കോട്ടെ, SM ആയിക്കോട്ടെ, നിങ്ങൾക്ക് മറ്റേ ലോനകത്ത് എഴുതിയ പോലെ കേസ്, പ്രൊവിഷൻ, കൺക്ലൂഷൻ അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് അത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഇതേപോലത്തെ, ഇപ്പൊ നിങ്ങളൊന്ന് ഈ ഒരു RTP നിങ്ങൾ നന്നായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അക്കോർഡിംഗ് ടു മൈക്കിൾ പോർട്ടർ, വാട്ട് ആർ ദ 5 ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, കേസ് സ്റ്റഡി ആണോ? സർ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആൻസർ. എന്തൊക്കെയാ മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് പറ? മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് എന്തൊക്കെയാ സർ? സിമ്പിൾ സർ. ത്രെറ്റ് ഓഫ്, 2 ത്രെറ്റ് ഉണ്ട് സർ. ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രന്റ്, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ സർ. പിന്നെ ബാർഗെയിനിങ് പവർ ഉണ്ട് സർ. 2 ബാർഗെയിനിങ് പവർ ഉണ്ട്, ഒന്ന് ബയേഴ്സ്, ഒന്ന് സപ്ലയേഴ്സ്. പിന്നെ റൈവൽറി ഉണ്ട് സർ. ഓക്കെ, സോ നിങ്ങൾ എന്റെ പ്രഡിക്ഷൻ ആണ്, വീണ്ടും എന്റെ പ്രഡിക്ഷൻ. ഞാൻ ഇങ്ങനെ കുറെ പ്രഡിക്ഷൻ ചെയ്യും കേട്ടോ. എന്റെ പ്രഡിക്ഷൻ ഇത്തവണത്തെ മൈക്കിൾ പോർട്ടേഴ്സ്. ഓക്കെ, സെപ്റ്റംബർ 24 ഇത് ഫുള്ളും ചോദിച്ചു. ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് ഫുള്ളി അവർ സെപ്റ്റംബർ 24 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സെപ്റ്റംബർ 24 ഇത് ഫുള്ളി അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ കോമ്പറ്റീവ് ഫാക്ടർ സ്റ്റെമ്മിങ് ഫ്രം ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, കറക്റ്റ്. ഓക്കെ, സോ ഇത് ഫുള്ളി അവർ സെപ്റ്റംബർ 24 ചോദിച്ചു. സോ എന്റെ പ്രഡിക്ഷൻ ഈ 4 ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റൻ ആയിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവും. ഈ 4 ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവാം. അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറ്റും ഇപ്പൊ ചോദിച്ച പോലത്തെ ചോദ്യം, ഏത് RTP ഫുൾ ആയിട്ട് ചോദിക്കാം.
പക്ഷെ അത് ആർ ടി പിയിൽ ഫുൾ ആയിട്ട് ചോദിച്ചത് കൊണ്ട് ഐ എം എക്സ്പെക്ടിങ് മൈ പ്രഡിക്ഷൻ ഇസ് ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത് ശരിക്കും 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ നേച്ചർ ഓഫ് റൈവൽറി. ഇത് 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഈവൻ ബാർഗനിങ് പവർ ഓഫ് ബയേഴ്സും ബാർഗനിങ് പവർ ഓഫ് സപ്ലൈസും 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബാർഗനിങ് പവർ ഓഫ് ബയേഴ്സ് നിങ്ങളിപ്പോൾ ബുക്കിൽ നോക്കണം വളരെ കുറച്ചേ ഉണ്ടാവും ആൻസർ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് അടിക്കും, അയ്യോ ഇത്ര എഴുതി മതി 5 മാർക്ക് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരും. നിങ്ങൾ ബാർഗനിങ് പവർ ഓഫ് ബയേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആകെ ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. എന്താ പറഞ്ഞത്? ബയേഴ്സ് ആർ ഹാവിംഗ് ഫുൾ നോളജ് ഓഫ് ദ സോഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ്. എപ്പോൾ നമ്മൾ ആസ് എടാ ഇതിന്റെ കോൺസെപ്റ്റ് എന്താ? ഒരു ബയർ എപ്പോഴാണ് ബാർഗെയിൻ ചെയ്യുക? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടോ? ബാർഗെയിൻ ചെയ്ത സാധനം വാങ്ങിയിട്ടുണ്ടോ? സാർ ഇഷ്ടം പോലെ സാർ, നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ബാർഗെയിൻ ചെയ്തിട്ട് സാധനം വാങ്ങാറുള്ളൂ സാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെ ബാർഗെയിൻ ചെയ്യാം? നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എവിടെയൊക്കെ കിട്ടുന്ന അറിയുമ്പോഴേ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക. നിങ്ങൾ എന്താ പറയാ, വേണമെങ്കിൽ തന്നാൽ മതി ചേട്ടാ, അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വാങ്ങുവേ, അപ്പുറത്ത് കിട്ടുമെന്ന ധാരണ നിങ്ങൾക്കില്ലേ? സോ യു ആർ ഹാവിംഗ് നോളജ് അബൌട്ട് ദ സോഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എവിടെയൊക്കെ കിട്ടും നിങ്ങൾക്ക് അറിയുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ബാർഗെയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ എങ്ങനെ ബാർഗെയിൻ ചെയ്യുക? നമ്മൾ ബൾക്കായിട്ട് ഒരുപാട് വാങ്ങും, നമ്മൾ ബാർഗെയിൻ ചെയ്യില്ലേ? നമ്മൾ ഒരെണ്ണം വാങ്ങുമ്പോഴാണ് ബാർഗെയിൻ ചെയ്യുക, ഒരു കുറേ ഐറ്റം വാങ്ങുമ്പോഴോ? സാർ നമ്മൾ കുറേ ഐറ്റം വാങ്ങുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ട് സാർ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റ് എടുക്കാൻ പോകും, ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ ആധാർ കാർഡിന് പ്രിന്റ് എടുക്കാൻ വേണ്ടി പോകും, നമ്മൾ ബാർഗെയിൻ ചെയ്യും, ചേട്ടാ 2 രൂപ ചേട്ടാ, 1 രൂപ താ ചേട്ടാ, പറയൂ ഇല്ല. ഒരു എൻറ്റയർ ബുക്ക് തന്നെ നമ്മൾ പ്രിന്റ് എടുക്കാൻ വേണ്ടി പോയാലോ നമ്മൾ ബാർഗെയിൻ ചെയ്യും, ശരിയല്ലേ? സോ വെൻ യു സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഓൺ ദ പ്രോഡക്റ്റ്, വെൻ യു ആർ ബിഗ് ബയർ എന്നൊരു വാക്കുണ്ട് അവിടെ, ബിഗ് ബയർ. വെൻ യു ആർ എ ബിഗ് ബയർ യു വിൽ ബാർഗെയിൻ. പിന്നെ ഇൻഡസ്ട്രീസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി ക്രിട്ടിക്കൽ. സോ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാർഗെയിനിങ് പവറുടെ ആൻസർ നോക്കുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. ഓക്കെ, ആകെ ഈ 3-4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത് 5 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് അടിക്കും, അയ്യോ ഇത്ര എഴുതിയാൽ മതിയോ 5 മാർക്കിന്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വലിച്ചു വരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതും. ദാറ്റ് ഈസ് എ സെക്കൻഡ് മിസ്റ്റേക്ക് മല്ലു സ്റ്റുഡൻസ് യൂസ് ടു മേക്ക്. നിങ്ങൾ ഈ ബികോം ഒക്കെ കഴിഞ്ഞ് വന്ന കുട്ടികളാണെങ്കിലാണ് കൂടുതൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ചെയ്യുക. അതായത് ഈ ബികോമിന് വലിച്ചു വരി എഴുതിയിട്ട് അത്ര തന്നെ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ബികോമിനൊക്കെ ഇങ്ങനെ ബികോമിന് വേണ്ടി തൂക്കിയിട്ടാണ് മാർക്ക് തരിക. ഇത് 2 കിലോ ഉണ്ട് എന്നാ പിന്നെ 10 മാർക്ക് കൊടുക്കാം. ഇത് 3/4 കിലോ ഉണ്ട് എന്നാ പിന്നെ 5 മാർക്ക് മതി. തൂക്കിയിട്ടൊക്കെ മാർക്ക് തരും. പക്ഷെ അതുപോലെ നിങ്ങൾ സി എയിലൊക്കെ എഴുതരുത്, ദയവ് ചെയ്ത് എഴുതരുത്. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ കോൺസെപ്റ്റ് മാത്രം എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ ആണോടാ? കൂടുതലൊന്നും എഴുതാൻ നിൽക്കരുത്. ഓക്കെ, യെസ്. സോ ദാറ്റ് ക്വസ്റ്റ്യൻ വാസ് വെരി ഈസി. സോ 2 ചാപ്റ്റർ കഴിഞ്ഞ് ഇനി വെറും 3 ചാപ്റ്റർ കൂടി മാത്രം. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3. ചാപ്റ്റർ നമ്പർ 3 എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാലോ. SWOT analysis. ABC Corporation, a leading manufacturer of consumer electronics, has considering a list. Okay, this question നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ മക്കളെ, ഇത് 5 സ്റ്റാർ ഇട്ട് വെച്ചോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സാമിന്. ഈ ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിച്ചു, SWOT അനാലിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ റീസൺ പറഞ്ഞുതരാം നിങ്ങൾക്ക്. റീസൺ ഞാൻ പറയാം. May 24 RTP ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, MTP ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. September 24 MTP ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇതുവരെ എക്സാമിന് ചോദിച്ചില്ല. November 23 ഐ തിങ്ക് MTP തോന്നുന്നു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുവരെ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. വീണ്ടും അവർ ഈ RTP ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, SWOT അനാലിസിസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ RTP ജസ്റ്റ് പേരൊന്ന് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഐ ഹാവ് ദാറ്റ് ഇൻ മൈ ക്വസ്റ്റ്യൻ ബാങ്ക്. ഞാനത് എവിടെയോ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സി, ഇത് കഴിഞ്ഞ RTP ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലാണ്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് ആയാലും ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കട്ടെ. EC Corporation, ലീഡിംഗ് മാനുഫാക്ചർ ഓഫ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഈസ് ലോഞ്ചിങ് എ ന്യൂ സ്മാർട്ട് ഹോം ഡിവൈസ്. ഇത് കഴിഞ്ഞ RTP ക്വസ്റ്റ്യൻ ഇത്. ഓക്കെ, ഐ തിങ്ക് May 24 RTP MTP ക്വസ്റ്റ്യൻ ഇത്. ഓക്കെ, പെർഫോം SWOT അനാലിസിസ്. അതേ ക്വസ്റ്റ്യൻ അല്ലേ മക്കൾ ഇവിടെ കാണുന്നത്? ആ പേര് മാറ്റിയിട്ട് ABC കോർപ്പറേഷൻ ആക്കിയിട്ടുള്ളവർ പേര് മാത്രമല്ല മാറ്റിയിട്ടുള്ളൂ, സെയിം ക്വസ്റ്റ്യൻ. സോ മാർക്ക് ദിസ് ക്വസ്റ്റ്യൻ ആസ് ഇമ്പോർട്ടൻറ്റ്. ഐ എം ഹാവിംഗ് എ സ്ട്രോങ് ഗട്ട് ഫീലിംഗ് ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാം. ഇത് നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് SWOT അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ഇതുവരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. SWOT അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ഇതുവരെ ചോദ്യങ്ങൾ കുറേ കാലമായിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ കേസ് സ്റ്റഡി ചോദിക്കും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലോട്ടറി, പിന്നെ കേസ് സ്റ്റഡി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല നിങ്ങൾക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എവിടെയോ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഓക്കെ, കേസ് സ്റ്റഡി ഇത് തന്നെയായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് സ്ട്രെങ്ത് എന്ന് എഴുതണം, വീക്ക്നെസ് എഴുതണം. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നതാണ്, അതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടില്ല. ഐ തിങ്ക് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജസ്റ്റ് സെക്കൻഡ്, ഇപ്പൊ പറഞ്ഞ. ജസ്റ്റ് സെക്കൻഡ്. Question number 16.
ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ റെഡി. ഈ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വേറെ ഒന്നുമില്ല ചോദിക്കാൻ. ഓക്കെ, സ്ട്രെങ്ത്, വീക്ക്നസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻഹറന്റ് കാപ്പബിലിറ്റി, വീക്ക്നസ് പറയുന്നത് ഇൻഹറന്റ് ലിമിറ്റേഷൻ, ഓപ്പർച്യൂണിറ്റി ഫേവറബിൾ കണ്ടീഷൻ, ത്രെറ്റ് എന്ന് പറയുന്നത് അൺഫേവറബിൾ കണ്ടീഷൻ. ഓക്കെ, ഈ ഒരു ചോദ്യം മാത്രം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ ഐ എം എക്സ്പെക്ടിങ് ഏതർ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓർ കേസ് സ്റ്റഡി. ഓക്കെ, സോ കേസ് സ്റ്റഡി ആണെങ്കിൽ ഈ ഒരു ആൻസർ നന്നായിട്ട് നോക്കി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം, ഈ കേസ് സ്റ്റഡി ഒന്ന് വായിച്ചു നോക്കാം. യെസ്, സോ എ ബി സി കോർപ്പറേഷൻ ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക്സിലുള്ള ഒരു മാനുഫാക്ചർ ആണ്. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരൻ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം, എന്താ ന്യൂ ലൈൻ ഓഫ് സ്മാർട്ട് ഹോം ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആസ് എ സ്ട്രാറ്റജിക് മാനേജർ കണ്ടക്ട് എ SWOT analysis of ABC Corporation to assess the feasibility and potential success of the new venture. Consider both internal and external factors. Okay, fine. നമുക്ക് ഇതിന്റെ ആൻസർ വായിച്ചു നോക്കാം. സ്ട്രെങ്ത് എന്തൊക്കെയാ അവിടെ സ്ട്രെങ്ത്? ഓൾറെഡി അവർക്ക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് നല്ലൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ട്, അതവിടെ സ്ട്രെങ്ത് ആണ്, അതവിടെ സ്ട്രെങ്ത് ആണ്. പിന്നെ അവർക്ക് ഓൾറെഡി ഒരു നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്, എല്ലാ സ്ഥലത്തും അവർക്ക് അവിടെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ സാധനം എത്തിക്കാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അവർക്ക് ടെക്നോളജിക്കലി അവർ സൂപ്പറാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇല്ല അവർക്ക്. വീക്ക്നെസ് എന്താണ്? മേ ബി അവർക്ക് ഈ സ്മാർട്ട് ഹോം ഡിവൈസിൽ എക്സ്പീരിയൻസ് ഇല്ല അവർക്ക് ചെയ്തിട്ട്. പിന്നെ എന്താണ്? എക്സ്ട്രാ ഫണ്ട് വേണം, പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പോൾ എക്സ്ട്രാ ഫണ്ട് വേണം, മേ റിക്വയർ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ഇൻ ഇന്റഗ്രേറ്റ്, അപ്പം ഓൾറെഡി ഉള്ള ഒരു ബിസിനസിന്റെ കൂടെ ഈ പുതിയ ബിസിനസ് മിക്സ് ചെയ്യേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതൊരു ചാലഞ്ചാണ്. പിന്നെ അവർക്ക് ഇതിന് കസ്റ്റമർ സോഴ്സ് ഇല്ല. അവർക്ക് ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന് ഓൾറെഡി നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. ഇപ്പൊ പുതിയ തുടങ്ങിയ ബിസിനസ് അവർ നമ്മൾ തുടങ്ങണം, ഫ്രോം ദ സ്ക്രാച്ച് ദേ ഹാവ് ടു സ്റ്റാർട്ട്. സ്ക്രാച്ചിൽ നിന്ന് അവർ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇനി ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും എന്തൊക്കെയാ പറഞ്ഞത്? ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോയിങ് മാർക്കറ്റ്. അപ്പൊ ഈ സ്മാർട്ട് ഹോം ഡിവൈസിന്റെ മാർക്കറ്റ് വളർന്നുകൊണ്ട് കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പാർട്ണർഷിപ്പ് ചെയ്യാം, ഓൾറെഡി സ്മാർട്ട് ഹോം ഡിവൈസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യാം? സ്ട്രാറ്റജിക് അലയൻസോ പാർട്ണർഷിപ്പോ ചെയ്യാൻ പറ്റും. പിന്നെ ലോയാലിറ്റി ഫ്രം കസ്റ്റമർ, പിന്നെ കുറച്ച് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ചെയ്യാൻ പറ്റും. ത്രെറ്റ്, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ട്, കാരണം സ്മാർട്ട് ഹോം ഡിവൈസിൽ അപ്പോൾ ത്രെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനുള്ള ത്രെറ്റ് ഉണ്ട്. പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ്, ഇമ്പാക്ട് കൺസ്യൂമർ. ഇക്കണോമിക് ഫാക്ടേഴ്സ്, അപ്പോൾ കൺസ്യൂമേഴ്സ് ഇത്തരം പ്രോഡക്ട്സുകൾ വാങ്ങാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെ ത്രെറ്റാണ്. ഓക്കെ, സോ ഞാൻ പറയട്ടെ, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ തിയറീസ് മാത്രം വായിച്ചാൽ, വാട്ട് ഈസ് സ്ട്രെങ്ത് ഈസ് എ ഇൻഹറന്റ് കാപ്പബിലിറ്റി, വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി, ഇറ്റ് ഈസ് ഫേവറബിൾ കണ്ടീഷൻ, അത് പഠിച്ചത് കൊണ്ട് ഇത്തരം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വിത്ത് സ്റ്റുഡിയോ നിങ്ങൾ പഠിച്ച ഫാക്കൽറ്റിയുടെ ക്വസ്റ്റ്യൻ ബാങ്കോ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി അത് ഇല്ലാന്നാണെങ്കിൽ, സർ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങാൻ പൈസ ഇല്ല സർ, ഒന്നുമില്ല, RTP ഡൗൺലോഡ് ചെയ്താൽ മതി. കഴിഞ്ഞ 3 RTPനകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. May 24 എടുക്കുക, September 24 എടുക്കുക, Jan 24 എടുക്കുക. Jan 24 ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ 3 RTPനകത്തുണ്ട്, ഏതോ 2 MTPനകത്തുണ്ട്. അത് September 24 MTPനകത്തുണ്ട്, ഉറപ്പായിട്ടുണ്ട്. September 24 MTPനകത്ത് വേറൊരു ടൈപ്പ് ക്വസ്റ്റൻ വന്നിട്ടുണ്ട്, അത് കിടിലൻ ക്വസ്റ്റൻ, അതൊരു കിടിലൻ ക്വസ്റ്റൻ, അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ ആണോ? സോ ഇത്തരം ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റനും ഇൻഡയറക്റ്റ് ക്വസ്റ്റനും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് മൈ നെക്സ്റ്റ് പ്രഡിക്ഷൻ, SWOT അനാലിസിസ് ക്വസ്റ്റൻ വരും. ഓക്കെ, ഇതൊക്കെ വീഡിയോസ് റെക്കോർഡിംഗ് ആണ്, നിങ്ങൾക്ക് എക്സാം ഈ പ്രഡിക്ഷൻ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്, നെക്സ്റ്റ്, വാട്ട് ആർ ചാനൽസ്? ദിസ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് തീരെയില്ല. റീസൺ, ഇത് May 24 ഡിറ്റോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. May 24 ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ചാനൽ, വൈ ഈസ് ചാനൽ ഇമ്പോർട്ടൻറ്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനൽ. ഇത് May 24 ഫുള്ളി ഇതന്നെ, ഒരു വ്യത്യാസം പോലും ഇല്ലാതെ ഇതന്നെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് May 24. സോ അതുകൊണ്ട് Jan 25 ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്. എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സർ എന്താണ് സർ ചാനൽസ്? ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എനിക്ക് എത്തിക്കണം. എങ്ങനെയാണ് എനിക്ക് എത്തിക്കാൻ പറ്റുക? ആ നടുക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ആ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ചാനൽ. എടാ, ഞാനൊരു മാനുഫാക്ചർ, ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രോഡക്ട്സ് എനിക്ക് എൻ്റെ എൻഡ് കസ്റ്റമറിലേക്ക് എത്തിക്കണം. സർ എങ്ങനെ സർ എത്തിക്കുക? ത്രൂ ചാനൽസ്. സോ ചാനൽസ് ആർ ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഇതിനകത്ത് വായിച്ചു നോക്കാം. Okay, channel represents the distribution system through which the organization distribute their products or provide the service to the customer. Okay, this is the first answer. And then what is channel? They are the distribution system. Okay, no? But type of channels, another type of channels, sales channel, product channel, സർവീസ് ചാനൽ. ഇത് മൂന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇത് എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം May 24 ഫുള്ളി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും ഞാനൊരു എക്സാമ്പിൾ ഉണ്ട്, ഈ 3 കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പാനസോണിക്കിന്റെ കമ്പനിയാണെന്ന് വിചാരിക്കാം, പാനസോണിക്. ഓക്കെ, പാനസോണിക്കിന്റെ AC ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് AC ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ AC എൻഡ് കസ്റ്റമറിലേക്ക് എത്തിക്കണ്ടേ? യെസ്,
പക്ഷെ കസ്റ്റമർ നമ്മുടെ പാനസോണിക്കിൽ വന്നിട്ടാണോ AC വാങ്ങുന്നത്? അല്ല, അവരെന്ത് ചെയ്യും? അവർ മൈജി, നന്ദിലത്ത് ജി മാർട്ട് അവിടെ പോയിട്ടാണ് അവർ എന്ത് ചെയ്യുക? വാങ്ങുക അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഈ AC ആർക്ക് കൊടുക്കും? നന്ദിലത്ത് ജി മാർട്ട് വെക്കും. നന്ദിലത്ത് ജി മാർട്ട് ആർക്ക് വെക്കും? എൻ കസ്റ്റമർ വെക്കും. ഇവിടെ നന്ദിലത്ത് ജി മാർട്ട് സർ റെക്കോർഡിംഗ് അവൈലബിൾ ആണോ? ഇന്ന് വേറെ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. റെക്കോർഡിംഗ് അവൈലബിൾ ആണോ? ഐ ഡോണ്ട് നോ. യു വോണ്ട് പാസ് ടു സിക്കാസ തൃശൂർ. എനിവേ, സോ മൈജി നന്ദിലത്ത് ജി മാർട്ട്. അപ്പൊ ഈ മൈജി നന്ദിലത്ത് ജി മാർട്ട് നമ്മൾ എന്ത് വിളിക്കും? എന്തായിട്ട് കൺസിഡർ ചെയ്യും? സെയിൽസ് ചാനലായിട്ട് കൺസിഡർ ചെയ്യും. എന്താണ് സെയിൽസ് ചാനൽ? അതായത് നമ്മുടെ പാനസോണിക് ആരെ ത്രൂ ആണോ എൻഡ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ പാനസോണിക് ഹോൾസെയിലേഴ്സിന് വിറ്റു, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് വിറ്റു, റീറ്റെയിലേഴ്സ് എൻഡ് കസ്റ്റമറിൽ വിറ്റു. അപ്പൊ ഇവരാണ് ആര്? ഈ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ആരായി മാറി? സെയിൽസ് ചാനലായി മാറി. ഓക്കെ ആണോ? ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ വരാം. പാനസോണിക് ആമസോൺ ത്രൂ ആണ് ഈ എൻഡ് കസ്റ്റമർ വാങ്ങിയത്. ഈ എൻഡ് കസ്റ്റമർ ആമസോണിലോട്ട് നിന്നാണ് ഈ സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ ആമസോൺ ആരായി മാറി? സർ സെയിൽസ് ചാനൽ. ഓക്കെ ആണോ? നോക്കിയ സെയിൽസ് ചാനൽ എന്താ? ഇന്റർമീഡിയറീസ് ഇൻവോൾവ് ഇൻ സെല്ലിംഗ് ദ പ്രോഡക്റ്റ്. ഇന്റർമീഡിയറീസ് ഇൻവോൾവ് ഇൻ സെല്ലിംഗ് ദ പ്രോഡക്റ്റ്. ഓക്കെ ആണോ? ഹൂ നീഡ്സ് ടു സെൽ ടു ഹൂം ഫോർ യുവർ പ്രോഡക്റ്റ്. ഈ ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇത് എഴുതണം നിങ്ങൾ. Who needs to sell to whom for your product to be sold to the end customer? നീ ആർക്ക് വിൽക്കണം? നീ നിന്റെ പ്രോഡക്റ്റ് ആർക്ക് വിറ്റാലാണ് നിന്റെ പ്രോഡക്റ്റ് എൻഡ് കസ്റ്റമറിലേക്ക് എത്താം? Who needs to sell to whom for your product to be sold to your end user? നീ ആർക്ക് വിൽക്കണം? ഞാൻ ആമസോൺ വിൽക്കണം, ഞാൻ നന്ദിലത്ത് വിറ്റാൽ മാത്രമേ എന്റെ പ്രോഡക്റ്റ് എൻഡ് കസ്റ്റമറിലേക്ക് എത്തൂ. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ്, ഇനിയിപ്പം ആമസോണിലോട്ടാണ് ഈ എൻഡ് കസ്റ്റമർ വാങ്ങിയെന്ന് വിചാരിക്കുക. ഈ ആമസോണിലോട്ട് വാങ്ങിക്കഴിഞ്ഞാലും ഈ പ്രോഡക്റ്റ് വീട്ടിലെത്തിച്ചേരണ്ടേ? അവർ ഡെലിവറി ബോയ് ഇത് എത്തിച്ചേരണ്ടേ? ഡെലിവറി ബോയ് വീട്ടിലെത്തിച്ചേരണ്ടേ? അപ്പൊ ആരാണോ ഫിസിക്കലി എന്റെ ഗുഡ്സ് ഹാൻഡിൽ ചെയ്ത്, ഈ കൊറിയർ ബോയ്സ്, ഈ ലോജിസ്റ്റിക് ബോയ്സിലെ, അവരെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് ചാനൽ. എന്താണ്? പ്രൊഡക്റ്റ് ചാനൽ. ഓക്കെ ആണോ? ഇപ്പൊ ഈ AC അവർ ആമസോണിലോട്ട് വാങ്ങി. ഈ ആമസോണിലോട്ട് AC പറന്നു വരുമോ? ഇല്ല. AC ഒരു ഡെലിവറി ബോയ് വന്നിട്ട് അവിടെ AC കൊടുക്കണ്ടേ? ഈ നടുക്ക് നിൽക്കുന്ന ഈ ഡെലിവറി ബോയ്സ് ഉണ്ട്, ഈ കൊറിയർ ബോയ്സ്, ഈ കൊറിയർ ബോയ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് ചാനൽ. നോക്കിയാട്ടെ, ദോസ് ഹു ഫിസിക്കലി ഹാൻഡിൽ ദ ഗുഡ്സ് എന്നാ പറയാം. ദോസ് ഇന്റർമീഡിയറ്റ്സ് ഹു ഫിസിക്കലി ഹാൻഡിൽ ദ പ്രോഡക്ട്സ് ഓൺ ഇറ്റ്സ് പാത്ത് ഫ്രം ദ എൻഡ് യൂസർ. ഓക്കെ ആണോ? ഇനിയിപ്പോ ഈ AC അവിടെ എത്തി, AC അവർ വെച്ചിട്ട് അവർ പോകും. ഈ AC ഫിറ്റ് ചെയ്യാൻ ആര് വരണം? ഈ പാനസോണിക് തന്നെ അവർ സർവീസ് ടീമിനെ വിടും. പാനസോണിക് തന്നെ അവർ സർവീസ് ടീമിനെ വിടും. ഇതാണ് സർവീസ് ടീം. ഓക്കെ ആണോ? യെസ്. ഈ സർവീസ് ചെയ്യുന്ന പിള്ളേരുണ്ടല്ലോ, ഇവരെ വിളിക്കുന്ന പേരാണ് സർവീസ് ചാനൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയിപ്പോ നാളെ ഈ AC കേടായി, അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കണ്ടേ? അവരെ വിളിക്കുന്ന പേരാണ് സർവീസ് ചാനൽ. ഓക്കെ ആണോ? ദീസ് ചാനൽ റെഫേഴ്സ് ടു ദ എൻറ്റിറ്റീസ് that provide necessary service to support the product. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ തന്നെ 3 ചാനൽസ് റെഡിയാണ്. 3 ചാനൽസ് റെഡിയാണ്. അപ്പൊ നമ്മൾ നന്ദിലത്ത് ത്രൂ ആണ് എന്റെ കസ്റ്റമറിലേക്ക് വെക്കുന്നത്, നന്ദിലത്ത് സെയിൽസ് ചാനൽ. നമ്മൾ ആമസോൺ ത്രൂ ആണ് എന്റെ കസ്റ്റമറിൽ, ആമസോൺ സെയിൽസ് ചാനൽ. എവിടെ നിന്ന് വാങ്ങിയാലും ഈ AC അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിസിക്കലി കൊടുക്കണ്ടേ? ആ കൊടുക്കുന്ന ആൾക്കാർ, ഈ കൊറിയർ ബോയ്സ്, ഈ ലോജിസ്റ്റിക് ടീംസ്, ഈ കൊറിയർ ബോയ്സ്, അവരാണ് നമ്മൾ വിളിക്കുക പ്രോഡക്റ്റ് ചാനൽ. AC അവിടെ എത്തിച്ചു, AC ഫിറ്റ് ചെയ്ത് തരണ്ടേ? യെസ്. AC ഫിറ്റ് ചെയ്യാൻ സർവീസ് ആൾക്കാർ വരില്ലേ? അവരെ വിളിക്കുന്ന പേരാണ് സർവീസ് ചാനൽ. ക്ലിയർ ആണോടാ? സെറ്റ് ആണോ? യെസ്. Got it. Got it. Next question. So I'm not expecting a question from that. So we are done with 3 topics. Okay. In രണ്ട് chapter കൂടിയേ ഉള്ളൂ. Okay. Yes. Chapter number 4. ഞാൻ prediction number next prediction ഉണ്ട്. Okay. And the next prediction. Okay. അതായത് ചാപ്റ്റർ 4 ആകെ 2 ടോപ്പിക്കായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. 4 മെട്രിക്സുകൾ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഇപ്പുറത്ത് മറ്റേ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ്, കോർപ്പറേറ്റ് എന്തൊക്കെയാ? സ്റ്റെബിലിറ്റി, എക്സ്പാൻഷൻ, റിട്രെൻച്ച്മെന്റ്. ഓക്കെ ആണോ? ഈ 3 ടോപ്പിക്കാണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് എക്സാമിന്. ഓക്കെ ആണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സെപ്റ്റംബർ 24 ചോദിച്ചു, എക്സ്പാൻഷൻ മെയ് 24 ചോദിച്ചു, റിട്രെൻച്ച്മെന്റും സെപ്റ്റംബർ 24 ചോദിച്ചു. റിട്രെൻച്ച്മെന്റ് കഴിഞ്ഞ നമ്മുടെ ചോദ്യം മറ്റേ ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുടെ ആക്ഷൻ പ്ലാൻസ്, സ്റ്റെബിലിറ്റി എന്നുണ്ടായിരുന്നു, റീസൺസ് ഫോർ സ്റ്റെബിലിറ്റി. എക്സ്പാൻഷൻ കഴിഞ്ഞ തവണ മെയ് 24 ഇന്നോവേഷൻ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേർട്ടിക്കൽ മറ്റേ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ, അതൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഐ എം എക്സ്പെക്ടിങ് എ ക്വസ്റ്റൻ ഫ്രോം ദീസ് ടോപ്പിക്. 4 മെട്രിക്സിലെ ഉറപ്പായിട്ടും എഴുതി ഒപ്പിട്ട് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാം. ഓക്കെ. 4 മെട്രിക്സിൽ ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ടുണ്ട്. ഏതൊക്കെ 4 മെട്രിക്സ്? സർ ADL, GE, BCG, പിന്നെ ഏതായിരുന്നു ഞാൻ വിട്ടത്? ആൻസോഫ്. ഈ 4 മെട്രിക്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ച മക്കളെ. ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കേസ് സ്റ്റഡി. ഓക്കെ. മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഓക്കെ. ഞാൻ കേസ് സ്റ്റഡി പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഒരൊറ്റ മെട്രിക്സ് പോലും മിസ് ചെയ്യരുത്. മെട്രിക്സ് ഒന്നും മിസ് ചെയ്ത് മെട്രിക്സ് വരയ്ക്കാൻ പഠിക്കണം. നിങ്ങൾ
വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, സോ മെട്രിക്സിന്റെ ഹോറിസോണ്ടൽ എന്നുള്ളത്, വെർട്ടിക്കൽ എന്നുള്ളത്, ബിസിനസ് അട്രാക്റ്റീവ്നെസ്, അത് നന്നായിട്ട് പഠിച്ചു വെച്ചോ മക്കളെ, നന്നായിട്ട് പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. സോ നമുക്ക് നോക്കാം. ഇന്നോവ ടെക്നോളജി, ഓക്കെ. ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്, ബിസിനസ് യൂണിറ്റ് സ്ട്രെങ്ത്, ഏതാ വേഗം പറ. ഈ രണ്ട് സാധനം നമ്മൾ ഏത് മെട്രിക്സിലാണ് കണ്ടത്? ഇൻഡസ്ട്രി, മാർക്കറ്റ് അട്രാക്റ്റീവ്നെസ്സും ബിസിനസ് സ്ട്രെങ്തും. മാർക്കറ്റ് അട്രാക്റ്റീവ്നെസ്സും ബിസിനസ് സ്ട്രെങ്തും ഏതാ സാർ? GE മെട്രിക്സ് സാർ. അങ്ങനെയാണെങ്കിൽ BCG ഏതാ നിങ്ങൾ പറ. BCG ഏതാ? BCG ഏതാ സാർ? ഓർക്കുന്നില്ല സാർ, ഓർമ്മയില്ല സാർ. BCG ഏതാ വേഗം പറ. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് അറ്റാക്ക്, അവിടെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഗ്രോത്തും ആണ്. ആരോ പറഞ്ഞു, അനശ്വര രാമദാസ്. യെസ്, കറക്റ്റ്. മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഗ്രോത്ത് അല്ലെ? യെസ്, 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 യെസ്. അപ്പം എക്സാമിന് ഞാനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചോ. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എവിടെ പോയി? ഈ നാലെണ്ണത്തിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഗ്യാരണ്ടി, റീസണബിൾ അഷ്യൂറൻസ്. ഓക്കെ, ആബ്സല്യൂട്ട് അല്ല, റീസണബിൾ അഷ്യൂറൻസ്. ഓക്കെ, യെസ്. പക്ഷെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞത്? AI solution division position its highly attractive industry with strong competitive edge, receives a go ahead for the further investment. In contrast, the legacy software division operating in less attractive industry with a weaker position receives a be careful suggested limited investment. Identify and explain which analytical tool they are using for this evaluation. ഏത് വാല്യൂഷൻ, ഏതാ ഒരു വെച്ച ടൂൾ ഏതാണ്? GE മെട്രിക്സ് അല്ലെ? GE മെട്രിക്സ്. നമുക്കറിയാം GE മെട്രിക്സിനകത്ത് 3 കളർ ഉണ്ട്. ഏതൊക്കെ 3 കളർ? ഗ്രീൻ, യെല്ലോ, റെഡ്. ഗ്രീൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രീൻ കണ്ടാൽ ഇറ്റ്സ് ലൈക്ക് ഗ്രോ, എക്സ്പാൻഡ് അല്ലെ? യെസ്. യെല്ലോ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി കോഷ്യസ്, ഹോൾഡ് ചെയ്യാം അല്ലെ? ഹോൾഡ് ചെയ്യാം. ഓക്കെ. റെഡ് എന്ന് പറയുന്നതാണ് ഡൈവേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാം. ശരിയല്ലേ? യെസ്. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? ഗോ എഹെഡ് അല്ലെ? ഒന്നിന് ഗോ എഹെഡ് എന്ന് വെച്ചാൽ അതെന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രോ ചെയ്യാനാണ് പറഞ്ഞത്. ഗ്രോ, ഗ്രീൻ കളറാണ്. മറ്റേത് ബി കെയർഫുൾ എന്നാ പറയുന്നത്. ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡൈവേസ്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വീക്കർ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലെസ് അട്രാക്റ്റീവ് ഇൻഡസ്ട്രി, വീക്കർ പൊസിഷൻ, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാർവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവേസ്റ്റ് ചെയ്യാം. ഹാർവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവേസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? നമുക്ക് ജസ്റ്റ് അതിന്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. എടാ, ഇതൊരു ഡയറക്ട് ക്വസ്റ്റൻ ആണോ, കേസ് സ്റ്റഡി ആണോ? സർ ഇത് കേസ് സ്റ്റഡി അല്ലേ സർ? അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ കമ്പനിയുടെ പേര് എഴുതണം. കമ്പനിയുടെ പേര് എഴുതണം. ഇന്നോവ ടെക് ഈസ് യൂസിങ് GE മെട്രിക്സ്. അതൊരു ടൂളാണ് ടു അസസ് ദ റിസോഴ്സ് അലോക്കേഷൻ. ഇതൊരു പോർട്ട്ഫോളിയോ പ്ലാനിംഗ് ടൂളാണ്. എന്താണ് ഇത്? ഇതൊരു പോർട്ട്ഫോളിയോ പ്ലാനിംഗ് ടൂളാണ്. ഈ വാക്ക് നിങ്ങൾക്ക് എഴുതാം, പോർട്ട്ഫോളിയോ പ്ലാനിംഗ് ടൂൾ. ഇവിടെ ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതാ? ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും ബിസിനസ് യൂണിറ്റ് സ്ട്രെങ്തും. ഇവിടെ AI യൂണിറ്റ് സൊല്യൂഷൻ എന്താ പറഞ്ഞത്? അത് ഹൈലി അട്രാക്റ്റീവ്. എടാ, ഇത് ക്വസ്റ്റൻ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചത്. നിങ്ങൾ ക്വസ്റ്റൻ വായിച്ചത് തന്നെയാണ്, ക്വസ്റ്റൻ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അല്ലെ? ഫോൾസ് ഇൻ ടു എ ഗ്രോ കാറ്റഗറി ആണ്. അത് സ്വന്തം ലെഗസി എന്താ പറയുക? ലെസ് അട്രാക്റ്റീവ് ആണ്. അപ്പൊ അത് ഹാർവെസ്റ്റോ ഡൈവെസ്റ്റോ ആണ് അല്ലെ? ഹാർവെസ്റ്റ്, ഡൈവെസ്റ്റ് ഓർ ഹോൾഡ് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു. സി, ഇത് ഒന്നുമില്ല, ഇത് ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ. ഇത് ഒന്നുമില്ല ഇതിനകത്ത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞേ ക്വസ്റ്റൻ. ഓക്കെ, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് AI സൊല്യൂഷൻ ഒരു ഹൈലി അട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ്. ദി റിസീവ്സ് എ ഗോ എഹെഡ് ഫോർ ഫർദർ. അപ്പൊ ആ കമ്പനിയിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തോന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രീൻ കളറിലാണ് അത് വരുന്നത്. ഗ്രീൻ കളറാണ് അവർ വരുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ഗ്രോ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. ഈ രണ്ട് കീവേഡ് നിങ്ങൾക്ക് എഴുതാം. പിന്നെന്താ പറഞ്ഞത് ഇവിടെ? ലെഗസി സോഫ്റ്റ്വെയർ ഡിവിഷൻ അത് വീക്കർ പൊസിഷൻ ആണ്, ലെസ് അട്രാക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പൈസ ഇടണ്ട. നിങ്ങൾക്ക് ഒന്നുകിൽ ഡൈവേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹോൾഡ് ചെയ്യാം. ഓക്കെ ആണോടാ? 3 ഓപ്ഷൻ ഉണ്ട്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല. സ്ട്രാറ്റജിക് അലയൻസ് മക്കളെ, ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റജിക് അലയൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഐ എം എക്സ്പെക്ടിങ് എ ഡയറക്ട് ക്വസ്റ്റ്യൻ. സ്ട്രാറ്റജിക് അലയൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ സ്ട്രാറ്റജിക് അലയൻസിന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സ്ട്രാറ്റജിക് അലയൻസ്. I'll just show you സ്ട്രാറ്റജിക് അലയൻസ്. വീഡിയോ ഉണ്ടടാ, അതാ ഇത്രേ ഉള്ളൂ, കുഞ്ഞു സാധനം. വൈ സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്? സ്ട്രാറ്റജിക് അലയൻസിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതാ അഡ്വാൻറ്റേജ്. ഇത്രയേ ഉള്ളൂ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മൾ എന്താ ഇങ്ങനെ പഠിച്ചത്? ESOP നമ്മൾ പഠിച്ചത് അല്ലെ? ഓർക്കുന്നുണ്ടെങ്കിൽ ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അല്ല, ഇക്കണോമിക്, സ്ട്രാറ്റജിക്, ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ. ഈ ക്വസ്റ്റൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു, ഇമ്പോർട്ടന്റ് ആണ്. സർ സ്ട്രാറ്റജിക് അലയൻസ് നമ്മൾ പഠിപ്പിച്ച് നിങ്ങളുടെ നിങ്ങൾ പഠിച്ച ഏത് ഫാക്ടറി കുറെ നിങ്ങൾ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ? സർ മെക്ഡി പ്ലസ് കോക്ക്, ടാറ്റ പ്ലസ് സ്റ്റാർബക്സ് അല്ലെ? മാരുതി സുസുക്കി പ്ലസ് ടൊയോട്ട. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് അലയൻസ് ആണ്. സർ അലയൻസ് എന്ന് പറഞ്ഞാൽ, സർ അലയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നേടും.
ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ രാഷ്ട്രീയം കുറച്ച് രാഷ്ട്രീയം സംസാരിക്കാം. ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, മോദിജി ഗവൺമെന്റ് മൂന്നാമതും ഇലക്ഷന് ജയിച്ചു. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, മോദിജി ഗവൺമെന്റ് ഒരു സൈഡിലും അപ്പുറത്ത് ഇന്ത്യയുടെ ഈ എന്താണ്, അലയൻസ് ആണ്, ഇന്ത്യ അലയൻസ് ആണ് അല്ലെ, ഇന്ത്യ അലയൻസ്, ഇന്ത്യ എന്ന് പറഞ്ഞു അല്ലെ. കോൺഗ്രസിന് ഒറ്റക്ക് മോദിനെ തോപ്പിക്കാൻ പറ്റുന്നില്ല, BJP തോപ്പിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് ഒറ്റക്ക് മോദിജിനെ എതിർത്ത് തോപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർ എന്ത് ചെയ്തു, ഒരു അലയൻസ് ഫോം ചെയ്തു. കോൺഗ്രസ്, CPM, പിന്നെ ആരാണ്, ആം ആദ്മി പാർട്ടി, പിന്നെ DMK, പിന്നെ എന്താണ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസ്, എല്ലാവരും കൂടി കുടിച്ച് ഒരു അലയൻസ് ഫോം ചെയ്തു അല്ലെ. ഇതിനാണ് എന്ത് വിളിക്കുക, അലയൻസ്, സ്ട്രാറ്റജിക് അലയൻസ്. എന്താ സ്ട്രാറ്റജിക് അലയൻസ്? സ്ട്രാറ്റജിക് അലയൻസ് മീൻസ് കോപ്പറേഷൻ ഓഫ് 2 or more companies to achieve certain objectives which individually they cannot achieve. It's a cooperation, it's a get together, it's a cooperation of 2 or more companies to achieve certain objectives which individually they cannot achieve. ഓക്കെ ആണോടാ? ഇതിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, അലയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണ്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, നമുക്ക് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ നമുക്ക് കുറെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെന്താണ്, നമുക്ക് നമ്മുടെ ചെലവ് കുറയ്ക്കാൻ പറ്റും, റിസ്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പം പണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കോൺഗ്രസും DMK അല്ല, ആം ആദ്മി പാർട്ടിക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവർ അലയൻസ് വന്നതോടുകൂടി എന്തായി, ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഡിഷുമായിരുന്നു. ഈ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത് തന്നെ ഡൽഹിയിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ അവരാരായി, ഭായി ആയി. ഓക്കെ ആണോ? അണ്ണൻ തമ്പി ആയിപ്പോയി. ഓക്കെ, സോ അലയൻസ് ഉണ്ടെങ്കിൽ റൈവൽസ് ക്യാൻ ജോയിൻ ടുഗദർ ടു കോപ്പറേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ. പിന്നെന്താണ്, ടു ഗെയിൻ എൻട്രി ഇൻ ടു ഫോറിൻ മാർക്കറ്റ്. ഒബ്വിയസ്ലി നമ്മുടെ സർ മിത്രങ്ങളായി സർ, യെസ്. സോ പൊളിറ്റിക്കൽ എന്താണ് അത്, ഗെയിൻ ഫോർ. അതിപ്പം സ്റ്റാർബക്സും ടാറ്റയും, സ്റ്റാർബക്സിന് ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യണമായിരുന്നു. സോ ഒറ്റക്ക് ബിസിനസ് ചെയ്യാൻ അവർക്ക് പേടിയായിരുന്നു, കാരണം ഒരു അമേരിക്കൻ കമ്പനിയാണ്, ഇന്ത്യക്കാർ അവർ ആക്സെപ്റ്റ് ചെയ്യുക, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ടാറ്റ പറഞ്ഞു, വാടാ മോനെ നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു. സോ ടാറ്റയുമായിട്ട് അലയൻസ് ഉള്ളത് കൊണ്ട് സ്റ്റാർബക്സിന് എന്ത് പറ്റി, ഇന്ത്യയിലേക്ക് ഒരു എൻട്രി കിട്ടി. സിമ്പിൾ. ഓക്കെ, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല, കാരണം ഇത് RTP ജസ്റ്റ് ഡിസ്കസിങ് വീഡിയോ ആണല്ലോ. Okay, yes, so that is all about നമ്മുടെ chapter number 4. The last topic we are going to discuss is chapter number 5. Yes, okay ആണോടാ? Yes, chapter number 5 എന്തൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത്? ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് എന്തെങ്കിലും മനസ്സിലാവോ? വിച്ച് അപ്രോച്ച്. അപ്പൊ ഏത് അപ്രോച്ച് ആണെന്നാണ് നമ്മൾ മൊത്തം വായിക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് മൊത്തം വായിക്കാം. എക്കോടെക്, a company specializing in sustainable technology solution, okay, is facing challenges due to shift in the environmental regulation and market preference. Okay, അപ്പൊ എൻവയറമെന്റൽ റെഗുലേഷൻ, അതായത് ഈ ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എൻവയറമെന്റുമായി ബന്ധപ്പെട്ട്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരുടെ പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവർക്ക് ഒരുപാട് ചാലഞ്ചസ് അവർ ഫേസ് ചെയ്തു. To manage these uncertainties, they regularly review and update their business assumptions. This is the keyword, business assumption. Assumption എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ടോപ്പിക് ഏത് കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? അസംഷൻ എന്നാണ് ആ ടോപ്പിക്, ആ കോൺസെപ്റ്റിലുള്ള ഉപയോഗിക്കുന്ന വാക്കിന്റെ മീനിങ് തന്നെ അസംഷൻ എന്നാണ്. ഏത് കോൺസെപ്റ്റാണ് ഓർമ്മ കിട്ടുന്നില്ല? എടാ, നമ്മൾ കൺട്രോൾസ് പഠിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ സ്ട്രാറ്റജിക് കൺട്രോൾസ് അവിടെ ഒരു ടോപ്പിക് ഉണ്ട്, പ്രിമൈസ് കൺട്രോൾ. ഓർക്കുന്നുണ്ടോടാ? ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം, ചാർട്ട് ബുക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ നിങ്ങൾ ഒന്ന്, പ്രിമൈസ് കൺട്രോൾ, സ്ട്രാറ്റജിക് സർവേലൻസ്. ആണ് ഞാൻ പറയട്ടെ, ഈ ഒരു ടോപ്പിക് നന്നായിട്ട് പഠിച്ചു വെച്ചോട്ടോ, സ്ട്രാറ്റജിക് കൺട്രോൾ. കാരണം ഒരുപാട് വർഷങ്ങളായി ഇത് ചോദിച്ചിട്ടില്ല. അതായത് എനിക്കൊന്നൊരു 4 അറ്റംപ്റ്റോളായി ഈ സ്ട്രാറ്റജിക് കൺട്രോൾ ചോദ്യം ചോദിച്ചിട്ട്. സോ ഐ എം എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ ഫ്രം സ്ട്രാറ്റജിക് കൺട്രോൾ. ദിസ് ഇസ് എ 5-star ടോപ്പിക്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഒരു 3-4 അറ്റംപ്റ്റ് ഇത് ചോദിക്കാതെ. ഓക്കെ, സോ MCQ ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. സോ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോ. പിന്നെ മോർ ഓവർ RTP പ്രിമൈസ് കൺട്രോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് എ സ്പെഷ്യൽ അലർട്ട് കൺട്രോൾ ഓർ സ്ട്രാറ്റജിക് സർവേലൻസ് എക്സാമിന് ചോദിക്കാം. അപ്പൊ നന്നായിട്ട് അത് നോക്കി നോക്കാം. ഓക്കെ, ഈ പ്രിമൈസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, സർ പ്രിമൈസസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പ്രിമൈസിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾ പറ. പ്രിമൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വേഗം പറ, കമന്റ്. പ്രിമൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പ്രിമൈസ് വേഗം പറ, കമോൺ, ഫാസ്റ്റ് വേഗം പറ. എന്താണ്? അസംഷൻ. സോ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഇത് ചോദിക്കും, പ്രിമൈസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ തന്നെ കുട്ടികൾ, സർ ചുറ്റുപാട്, സർ സറൗണ്ടിങ്സ്, സർ എൻവയൺമെന്റ് എന്നൊക്കെ പറയും. അല്ല, ഇവിടെ പ്രിമൈസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അസംഷനാണ്. ഓക്കെ ആണോ? നിങ്ങൾ മനസ്സിലാക്കണം എന്താന്ന് വെച്ചാൽ, എല്ലാ സ്ട്രാറ്റജീസും ചില അസംഷന്റെ പുറത്താണ്. ഓക്കെ, സോ നമ്മുടെ അസംഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ അസംഷൻ മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി മാറ്റണം. എല്ലാം ചില അസംഷന്റെ പുറത്താണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോ പരീക്ഷയ്ക്ക് എത്ര ദിവസമുള്ള? ഇന്ന് December 12. ഇനി ഡിസംബറിനകത്ത് 31-12 പോയ എത്ര മക്കളെ?
ഞാൻ ഭയങ്കര വീക്കാ. 19 ദിവസം. ഓക്കെ, സോ 19 ദിവസം പ്ലസ് ജനുവരി എപ്പോഴും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഡേറ്റ് അറിയില്ല. ജനുവരി എപ്പോഴും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ജനുവരി 11. അപ്പം 10 ദിവസം ഒന്ന് കൂട്ടിക്കോ. അപ്പൊ 29 ദിവസം ഉണ്ട്. അപ്പൊ ഈ 29 ദിവസം നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഡേ 1 ഇത് പഠിക്കും, ഡേ 2 ഇത് പഠിക്കും, ഡേ 3 ഇത് പഠിക്കും. ഇത് നിങ്ങളുടെ അസംഷനാണ്. ഇങ്ങനെ പഠിച്ചാൽ പഠിച്ച് തീരും. നിങ്ങൾക്ക് കുറെ അസംഷൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, നാളെ മുതൽ രാവിലെ എണീച്ച് ഇങ്ങനെ പഠിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ അസംഷൻസാ പഠിക്കാൻ പറ്റുന്നുള്ളത്. ആ അസംഷനിൽ ഒരു ചേഞ്ച് വന്നാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ മാറ്റണ്ടേ? നിങ്ങൾ ഒരു 29 ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. ഈ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കിയത്? നിങ്ങളുടെ അസംഷന്റെ ബേസിലല്ലേ. ഞാൻ ഡേ 1 ഇങ്ങനെ പഠിക്കും, ഡേ 2 ഇങ്ങനെ പഠിക്കും, ഡേ 3 ഇങ്ങനെ പഠിക്കും. നിങ്ങളുടെ അസംഷന്റെ ബേസിൽ പ്ലാൻ ഉണ്ടാക്കും. അതിൽ ഏതെങ്കിലും ഒരു അസംഷൻ തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം. അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ മാറ്റണ്ടേ? യെസ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രിമൈസ് കൺട്രോൾ. So every strategy is based on certain assumptions. Every strategy is based on certain assumption. So as a strategist, I have to keep on reviewing these assumptions to make sure the assumption has not changed. If the assumption has changed, I have to change my strategy. ആ ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, പ്രിമൈസ് കൺട്രോളുമായി ബന്ധപ്പെട്ടത്. സോ ജസ്റ്റ് ഒന്ന് നോക്കാം പ്രിമൈസ് കൺട്രോളുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്. സി, നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഇത് കണ്ടു. നിങ്ങൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കുറേ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കുറേ ഒന്നും എഴുതേണ്ട ആവശ്യം 1-2 സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇത് RTP ഇത്ര എഴുതുമോ, നമ്മൾ ഇത്ര എഴുതണോ സർ? വേണ്ട, 1-2 സെൻറ്റൻസ് എഴുതിയാൽ മതി. കൂടുതലൊന്നും എഴുതണ്ട. ഒരു സെൻറ്റൻസ് ഒരു 2 സെൻറ്റൻസ്. പക്ഷെ അത് സ്റ്റഡി മെറ്റീരിയൽ സെൻറ്റൻസ് ആയിരിക്കണം, വാലിഡ് സെൻറ്റൻസ് ആയിരിക്കണം. ഓക്കെ, പ്രിമൈസ് കൺട്രോൾ എന്താ? പ്രിമൈസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ യു ആർ കണ്ടിന്യൂസ്ലി മോണിറ്ററിംഗ് ആൻഡ് റിവ്യൂയിങ് ദ അസംഷൻ on the base of which you have formed the strategy. See, every strategy is based on certain assumption. So we are continuously monitoring this assumption to make sure this assumption has not changed. Because if the assumption has changed, we have to change the strategy because our strategy is formed on the base of this assumption. Okay, so it's a continuously monitoring the assumption to make sure the assumptions are valid. Because our strategy is formed based on this assumption. If the assumption has changed, we have to change the strategy accordingly. Okay ആണോ? സോ നമ്മുടെ ക്വസ്റ്റൻ അകത്ത് പറയുന്നുണ്ട്, അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അസംഷൻസ് ഒക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെടുത്തിട്ടുള്ള മെത്തേഡ് ടൂൾ ഏതാണ്? പ്രിമൈസ് കൺട്രോൾ. ഓക്കെ ആണോടാ? ഫൈനാണോ? യെസ്. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റനകത്തുള്ള സാധനം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നും പറഞ്ഞില്ല. ക്വസ്റ്റനകത്ത് എന്താണുള്ളത് അത് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ മേക്ക് ഷുവർ ഇത് നോക്കി, ഇത് തന്നെയാണ് പറഞ്ഞത്. ദിസ് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ഹെൽപ്സ് ടു, തന്നെയാണ് അവർ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല ഇവിടെ. Okay, this proactive strategy helps the company to make the adjustments and stay competitive. So നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം. കേസ് സ്റ്റഡി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേഗം പറ. കേസ് സ്റ്റഡി ആണ് എന്ത് ചെയ്യേണ്ടത്? കേസ് സ്റ്റഡി ആണെങ്കിൽ അതിനകത്തുള്ള പേര് വെച്ചിട്ടാണ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. പ്രൊവിഷൻ മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ഇത് എപ്പോഴും തലയിനകത്ത് വെക്കണേ. തലയിനകത്ത് ഇത് എപ്പോഴും വെക്കണം. ഓക്കെ, യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Glowware Limited, an apparel manufacturer, has been in the market for over a decade. അയ്യോ, കുറേ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ. ഹാർഡ് ആൻഡ് സോഫ്റ്റ് എലമെന്റ്സ് ഏതാ കോൺസെപ്റ്റ്? വേഗം പറ. ക്വസ്റ്റ്യൻ മൊത്തം ഇരുന്ന് വായിക്കാൻ സമയം വേണ്ട. ക്വസ്റ്റ്യൻ മൊത്തം ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. ഹാർഡ് ആൻഡ് സോഫ്റ്റ് എലമെന്റ് ഏതാ ക്വസ്റ്റ്യൻ? വേഗം പറ, വേഗം പറയും. സാർ മെക്കൻസി 7S സാർ. നമ്മളിപ്പോ ഇതിനൊരു കേസ് സ്റ്റഡി അല്ല, MCQ നമ്മൾ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്. അപ്പം ഹാർഡും സോഫ്റ്റും ഉണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഈ മെക്കൻസി 7S മോഡൽ ഈ കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഓവറോൾ ഒന്ന് പറഞ്ഞുതരാം. മെക്കൻസിയുടെ 7S മോഡൽ എന്താണ്, ഈ കോൺസെപ്റ്റ് എന്താണ്, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ടൻസി ഫേമാണ്. അതൊരു ഫേമാണ്. ഓക്കെ, ഈ ഫേം പറഞ്ഞു ഓർഗനൈസേഷനിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം, ഇതാണ് ഇവർ നോക്കിയത്. അപ്പൊ ഇവർ ഈ എങ്ങനെ ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം, ഇങ്ങനെ കുറേ ചിന്തിച്ച് ഒരു 7 ടോപ്പിക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, 7 ടോപ്പിക്സ് കണ്ടുപിടിച്ചു. ഈ 7 ടോപ്പിക്സ് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോപ്പർലി അലൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗനൈസേഷനിൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം എന്നാണ് ഇവന്മാർ പറഞ്ഞത്. ഏതൊക്കെ 7 ടോപ്പിക്സ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. അതാണ് ഫസ്റ്റ് 3 ടോപ്പിക്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വെച്ചാൽ സ്റ്റൈൽ, സ്കിൽ, പിന്നെ സ്റ്റാഫ്, ഷെയർഡ് വാല്യൂസ്. ഓക്കെ, ഇത്രയുമാണ് 7 ടോപ്പിക്സ്. ഓക്കെ, ഇതിന് ഹാർഡ് എലമെന്റ്സ് എന്നും മറ്റേതിന് സോഫ്റ്റ് എലമെന്റ്സ് എന്ന് പറയും. ഈ ഹാർഡും സോഫ്റ്റും തമ്മിൽ എന്താ വ്യത്യാസം? ഹാർഡ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് തീരുമാനിക്കും. ഇത് മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻ, മാനേജ്മെന്റ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒബ്വിയസ്ലി ഒരു കമ്പനിയുടെ സ്ട്രാറ്റജി ആരാ ഡിസൈഡ് ചെയ്യുക? സർ, മാനേജ്മെന്റ് ആണ്. ഒരു കമ്പനി സ്ട്രക്ചർ ആരാ ഫോർമുലേറ്റ് ചെയ്യുക? സ്ട്രക്ചർ ആരാ ഡിസൈഡ്? സർ, മാനേജ്മെന്റ് ആണ്. ഫംഗ്ഷണൽ വേണോ SB വേണോ? നമ്മളിപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ കണ്ടു, മാനേജ്മെന്റ് ഫംഗ്ഷണൽ സ്ട്രക്ചറിനെ SB സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാ കൺവേർട്ട് ചെയ്യുന്നത്? മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് ആണ് ഡിസൈഡ് ചെയ്യുക സ്ട്രാറ്റജി എന്താണ്, സ്ട്രക്ചർ എന്താണ്, സിസ്റ്റം എന്താണ്. സോ ദീസ് ആർ കൺട്രോൾ ബൈ മാനേജ്മെന്റ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൾച്ചറിനകത്ത് ഇൻക്ലൂഡ് ചെയ്താണ്.
നമ്മുടെ കൾച്ചറിന്റെ ഉള്ളിലുള്ളതാണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് എംപ്ലോയീസ് അടുത്ത് പെരുമാറാം, പേടിപ്പിക്കോ, അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ് ആണോ, നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ, നമ്മുടെ സ്കില്ല്, നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ഷെയർഡ് വാല്യൂസ്, നമ്മളെല്ലാവരും ഷെയർഡ് വാല്യൂസ്, നമ്മൾ ചാപ്റ്റർ നമ്പർ 1 വാല്യൂസ് എന്ന ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. സെയിം നമ്മുടെ പ്രിൻസിപ്പിൾസ്, ഷെയർഡ് വാല്യൂസ്. ഓക്കെ ആണോ? സോ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്. എടാ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി May 24 ചോദിച്ചിട്ടുണ്ടായിരുന്നു. May 24 ഇത് ഫുള്ളി ചോദിച്ചിട്ടുണ്ട്. വെരി ലെസ് ചാൻസ് ഓഫ് ആസ്കിംഗ് ഇൻ എക്സാം. പക്ഷെ നിങ്ങൾ പഠിക്കാതിരിക്കണ്ട. MCQലും ചോദിച്ചിട്ടുണ്ട്, തിയറിയിലും ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് പഠിച്ചോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നും നിങ്ങളടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ പഠിച്ചോ. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയാ ലിമിറ്റേഷൻസ്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ 7 എലമെന്റ്സും ഇന്റേണൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ബിസിനസിനെ ബാധിക്കില്ലേ? എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, എൻവയോൺമെന്റ്, ഇത് നമ്മുടെ ബിസിനസിനെ ബാധിക്കില്ലേ? സർ ബാധിക്കും സർ, ഉറപ്പായിട്ടും ബാധിക്കും സർ. ഗവൺമെന്റിന്റെ പോളിസി നമ്മുടെ ബിസിനസിനെ ബാധിക്കും, രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്ത് ബിസിനസിനെ ബാധിക്കും, ആളുകളുടെ വിശ്വാസം നമ്മുടെ ബിസിനസിനെ ബാധിക്കും, രാജ്യത്ത് വരുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസ് ബിസിനസിനെ ബാധിക്കും, രാജ്യത്തെ നിയമങ്ങൾ ബിസിനസിനെ ബാധിക്കും, എൻവയോൺമെന്റ് വരുന്ന ചേഞ്ചസ് ബിസിനസിനെ ബാധിക്കും. പക്ഷേ ഈ പറഞ്ഞ ഒന്നിനെങ്കിലും കുറിച്ച് നമ്മുടെ ഈ മെക്കൻസി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ, പറഞ്ഞിട്ടില്ല സർ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജും. നോക്കിയേ എന്തൊക്കെയാ മെക്കൻസിസ് മോഡൽ ഡിസഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചു നോക്കി. ഇവിടെ പറഞ്ഞത് ഹാർഡ് എലമെന്റ്സ് ഡയറക്ട്ലി മാനേജ് ബൈ കമ്പനി, സോഫ്റ്റ് എലമെന്റ്സ് ഇൻഫ്ലുവൻസ് ബൈ കൾച്ചർ. ഓക്കെ, എന്നിട്ട് എല്ലാത്തിനും പേര് എഴുതാം. ഒരു സെന്റൻസ് എഴുതാൽ മതി, വലിച്ച വാരി എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ സെൻസ്. എന്താണ് സ്ട്രാറ്റജി? നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ 1 ഒരുപാട് ഡെഫിനിഷൻ പഠിക്കുന്നുണ്ടാവും. സ്ട്രാറ്റജി എന്താണ്? സ്ട്രാറ്റജീസ് ആർ ദ പ്ലാൻ ടു അച്ചീവ് ഗോൾ, ടു ഹാവ് എ കോർ കോമ്പറ്റൻസി, ടു അച്ചീവ് ദ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അത് എഴുതി കൊടുക്കുക. സ്ട്രക്ചർ എന്താ, സിസ്റ്റം എന്താ, ഡെയിലി ഓപ്പറേഷൻ പ്രോസസ്, സ്റ്റൈല്, ലീഡർഷിപ്പ് സ്റ്റൈൽ. എടാ, ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് MCQs വരാൻ ചാൻസ് ഉള്ളത്. നമ്മൾ നേരത്തെ ഒരു ടോപ്പിക്, ഒരു MCQ കണ്ടു ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റൈൽ, ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പൊ ആൾക്കാരുടെ വിശ്വാസത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷെയർഡ് വാല്യൂസ്, ബിലീവ്സ്. അപ്പൊ നമ്മുടെ എംപ്ലോയീസിന്റെ ടാലന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് സ്കില്ല്. ഓക്കെ, നമ്മുടെ എംപ്ലോയീസിന്റെ വർക്ക് ഫോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് സ്റ്റാഫ്. ഇത് രണ്ടും ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓപ്പറേഷൻസ് പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സിസ്റ്റം. നിങ്ങളുടെ സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഹൈറാർക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്ട്രക്ചർ. അപ്പൊ ഈ കീവേഡ്സ് ഒന്ന് ഓർത്ത് വെച്ചോ. ഈ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആൻസർ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ലിമിറ്റേഷൻസ് എന്താണ്? ലിമിറ്റഡ് ഫോക്കസ് ഓൺ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ലിമിറ്റഡ് ഫോക്കസ് അല്ല, ഫോക്കസേ ഇല്ല എന്ന് പറയാം. കാരണം നമ്മൾ സംസാരിച്ച 7 ഐറ്റംസും ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. സോ അൺഡിഫൈൻഡ് ഓർഗനൈസേഷൻ. അപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ, sir, can you share your mobile number? Yes, at the last end of the video, at the end of the class, I will share. Okay. So undefined organizational effectiveness. It does not clearly explain how to measure or achieve. എടാ, എന്തിനാ ഈ മോഡൽ എന്തിനുള്ളത്? ഈ മോഡലിന്റെ ആവശ്യം എന്താണ്? മെക്കൻസിസ് മോഡൽ എന്തിനുള്ളതാ? ഈ മോഡൽ, ദിസ് മോഡൽ എക്സാമിൻസ്. ഓക്കെ, ഓക്കെ, ആ കീവേഡ് ഇല്ല ഇതിനകത്ത്. ഓക്കെ, സോ ഈ മോഡൽ, ദിസ് മോഡൽ എക്സാമിൻസ് ഹൗ വേരിയസ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് എലമെന്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ interact with the understanding that modifying one aspect can create ripple effect of other element. ഈ 7 എലമെന്റ്സ് എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്? ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് ഇവന്മാർ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷനിൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ ഒരു മോഡൽ പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ ഇപ്പൊ ചാർട്ട് ബുക്കിൽ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് സെക്കൻഡ്, ഒറ്റ മിനിറ്റ്. എവിടെ പോയി? മെക്കൻസി കാണുന്നില്ലല്ലോ. അങ്ങനെ മെക്കൻസി എടാ, മെക്കൻസിനെ കാണാം. അതെ, കിടക്കുന്നു. ഓക്കെ, സോ എന്താ മെക്കൻസിസ് മോഡൽ എന്ന് പറഞ്ഞാൽ? ദ ഗോൾ ഓഫ് ദിസ് മോഡൽ ഇസ് ടു ഡിപിക്ട് ഹൗ എഫക്റ്റീവ്നെസ് ക്യാൻ ബി അച്ചീവ്ഡ്. എങ്ങനെ ഓർഗനൈസേഷൻ നമുക്ക് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം? എടാ, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കൺസിഡർ ചെയ്യാൻ നിനക്ക് എഫക്റ്റീവ്നെസ് കുറിച്ച് സംസാരിക്കാനുള്ള അർഹതയുണ്ടോ നിനക്ക്? ഇല്ല സർ, അർഹതയില്ല സർ. സോ ഇവിടെ പറയാണ്, അതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. നോക്കിട്ടെ, ഇറ്റ് ഡസ് നോട്ട് ക്ലിയർലി എക്സ്പ്ലെയിൻ ഹൗ ടു മെഷർ. കണ്ടോ? ഓക്കെ ആണോ? യെസ്. പിന്നെ ദിസ് മോഡൽ ഇസ് മോർ സ്റ്റാറ്റിക് ഇൻ നേച്ചർ. കാരണം എൻവയോൺമെന്റിൽ ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ ചേഞ്ച് വരുന്നില്ല. എൻവയോൺമെന്റ്, കാരണം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. സോ ദിസ് മോഡൽ കൺസിഡർ ബി മോർ സ്റ്റാറ്റിക്. കാരണം എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജിയിൽ ചേഞ്ച് കൊണ്ടുവരാനുണ്ട്. ഇവിടെ അതൊന്നും കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ഹിയർ ദിസ് സ്ട്രാറ്റജി മേ ലാക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ്. വി ആർ മോർ ലൈക്ക് സ്റ്റാറ്റിക്. We are not getting adapted to changing environment. Static nature എന്ന് പറയുന്നത്, our strategy is not adapting to the changes in external
എൻവയൺമെന്റ്. എക്സ്റ്റേണൽ എൻവയൺമെന്റ് ചേഞ്ചസ് തന്നെ നമ്മൾ മാറണ്ടേ? മാറുന്നില്ല. ഇപ്പൊ ടെക്നോളജി മാറിക്കൊണ്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് മോഡിഫിക്കേഷൻ കൊണ്ടുവരണ്ടേ? കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക സാർ? നമ്മുടെ ബിസിനസ് പൂട്ടി പോകും സാർ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ ഈ ഗൂഗിൾ പേയുടെ QR കോഡ് വെച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? QR കോഡ് വെച്ചിട്ട് എന്താ സംഭവിക്കുക സാർ? കസ്റ്റമർ വരൂല സാർ. കാരണം ഇന്നിപ്പോ ആരും കയ്യിൽ പൈസ വെച്ച് നടക്കുന്നില്ല, എല്ലാവരും QR കോഡാ. അപ്പൊ ഈ എക്സ്റ്റേണൽ എൻവയൺമെന്റ് വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിക്കണ്ടേ? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏത് ഷോപ്പിൽ ചെന്നാൽ QR കോഡ് കാണില്ല. നിങ്ങൾ ബാർബർ ഷോപ്പിൽ ചെന്നാൽ, ഓട്ടോ ഡ്രൈവറിന്റെ അടുത്ത് എല്ലാവരുടെ കയ്യിൽ QR കോഡ് ഉണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ എക്സ്റ്റേണൽ എൻവയൺമെന്റ് വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇവിടെയോ ഇത് പക്ക സ്റ്റാറ്റിക്കാ, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ. പിന്നെ പൊട്ടൻഷ്യൽ ഗ്യാപ്സ് ഇൻ സ്ട്രാറ്റജിക് എക്സിക്യൂഷൻ. എന്താ പൊട്ടൻഷ്യൽ ഗ്യാപ്സ് ഇൻ സ്ട്രാറ്റജിക് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് ഇറ്റ് മേ നോട്ട് ഫുള്ളി ക്യാപ്ചർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ആൻഡ് എക്സിക്യൂഷൻ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല, അവിടെ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുക, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ പ്ലാൻ ചെയ്തതും നമ്മൾ എക്സിക്യൂട്ട് തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങളുടെ കേസ് തന്നെ, ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത 31 ദിവസം കൊണ്ട് പരീക്ഷ ഉണ്ട്, 30 ദിവസം കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ പ്ലാൻ ചെയ്തതും നിങ്ങൾ എക്സിക്യൂട്ട് തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ടെങ്കിലോ? സോ അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് മേ നോട്ട് ഫുള്ളി ക്യാപ്ചർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ആൻഡ് എക്സിക്യൂഷൻ. സോ ഈ ഒരു ക്വസ്റ്റനും കേസ് സ്റ്റഡി ആണ്. അപ്പോൾ കേസ് സ്റ്റഡി ആയിട്ട് പേര് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മെക്കൻസി 7S മോഡലിന് കേസ് സ്റ്റഡിയും വന്നിട്ടുണ്ട്, MCQ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക് ജസ്റ്റ് നോക്കുക. ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദിസ് ക്വസ്റ്റൻ ഫോർ എക്സാം. റീസൺ ഞാൻ പറഞ്ഞു, May 24 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചാപ്റ്റർ 1 നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, വിഷൻ നന്നായിട്ട് പഠിച്ചോ, വാല്യൂസ് നന്നായിട്ട് പഠിച്ചോ, ലെവൽസ് നന്നായിട്ട് പഠിച്ചോ, ലെവൽസ് ഓഫ് സ്ട്രാറ്റജി 3, ആ SM-ന്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും പഠിച്ചോ. ഓക്കെ ആണോ? ഇത് ചാപ്റ്റർ 1 നന്നായിട്ട് പഠിക്കുക. ഇനി ചാപ്റ്റർ 2 നിങ്ങൾ നോക്കുവാണെങ്കിൽ ചാപ്റ്റർ 2 പെസ്റ്റൽ അനാലിസിസ് നല്ലോണം നോക്കുക. പെസ്റ്റൽ അനാലിസിസ് നന്നായിട്ട് നോക്കുക. ഓക്കെ, പെസ്റ്റൽ അനാലിസിസ്. ഓക്കെ, പിന്നെ വാല്യൂ ചെയിൻ അനാലിസിസ് കഴിഞ്ഞ അറ്റംപ്റ്റ് വന്നുകൊണ്ട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോഡക്റ്റ് ലൈഫ്സ്, ഈ പെസ്റ്റൽ പിന്നെ കുറേ കുഞ്ഞു ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, സ്ട്രാറ്റജിക് അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അത് കുറേ കാലമായിട്ട് ചോദിച്ചിട്ടില്ല, അവർക്ക് ചോദിക്കാം. പിന്നെ KSF, കുഞ്ഞു ടോപ്പിക്സ് ഉണ്ട്. KSF, PLC, എക്സ്പീരിയൻസ് കർവ്, അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി, ഒക്കെ ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, ചെറിയ ടോപ്പിക്സ്. നമ്മുടെ ചാർട്ട് ബുക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ ഈവൻ ചാർട്ട് ബുക്ക് തന്നെ പഠിച്ചാലും മതി, ഒന്നും വേറെ ഒന്നും നോക്കണമെന്നില്ല. ഇതിനകത്ത് തന്നെ ഉണ്ട് അത്യാവശ്യം കീവേഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, KSF എന്താണ്, ഈ ഒരു ടോപ്പിക് നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോ. പിന്നെ ഇത് കോമ്പറ്റീവ് ലാൻഡ്സ്കേപ്പ് ഓൾറെഡി എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇത് നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് ഈ ഒരു ടോപ്പിക് മാർക്കറ്റ്, കസ്റ്റമർ അനാലിസിസ്, കസ്റ്റമർ ബിഹേവിയർ, ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. RTP May 24. ഇതിനകത്തൊരു വെടിക്കെട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയുടെ മാനേജർ പുതിയൊരു മൊബൈൽ ഫോൺ ഇറക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾക്ക് കുറച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, വെട്ടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുഴപ്പമില്ല, ഇത് പഠിച്ചിട്ട് എഴുതിയാൽ മതി. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ റെഡി ആണെങ്കിൽ വേറെ ലെവലാണ്. ഒന്ന് ഈ ഒരു ടോപ്പിക് നോക്കി വെച്ചോ, RTP May 24. ഓക്കെ, യെസ്. പിന്നെ അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി, അതൊക്കെ സിമ്പിൾ. ഈ മൈക്കൽ പോർട്ടസ് ഒരു ടോപ്പിക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പെസ്റ്റൽ അനാലിസിസ്. അതേപോലെ ഈ ഒരു സംഭവം നമ്മൾ നോക്കി വെച്ചോ. ഓക്കെ, ഇന്റർനാഷണൽ എൻവയൺമെന്റ്, ഇതും ചോദിച്ചിട്ടില്ല കുറെ കാലമായി. ഓക്കെ, മൾട്ടിനാഷണൽ എൻവയൺമെന്റ്, റീജിയണൽ അനാലിസിസ്, കൺട്രി ലെവൽ അനാലിസിസ്, അത് നന്നായിട്ട് നോക്കി വെച്ചു. ഓക്കെ, പിന്നെ ചാപ്റ്റർ 3 എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മെന്റലോസ് മെട്രിക്സ്. ഒബ്വിയസ്ലി ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് മെന്റലോസ് മെട്രിക്സ്. ഓക്കെ, നന്നായിട്ട് നോക്കി വെച്ചോ. ഇതിനകത്തുനിന്ന് ഐ എം നോട്ട് ചാനൽ ചോദിക്കൂല, സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതിനകത്ത് ഞാൻ ഒരു ക്വസ്റ്റൻ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, കാരണം ഇതൊക്കെ May 24 ചോദിച്ച ടോപ്പിക്സ്. ഇത് ഇവിടുന്ന് കോർ കോമ്പീറ്റൻസി ഓൾറെഡി കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ചു. കോർ കോമ്പീറ്റൻസി കുറേ കുട്ടികൾ കോർ കോമ്പീറ്റൻസിന്റെ ക്വസ്റ്റന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന് ആൻസർ എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ അറ്റംപ്റ്റിൽ, തെറ്റ് വരുത്തിക്കരുത്. ഓക്കെ, സോ ദിസ് ടൈം പ്രിപ്പയർ ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, ദിസ് ടൈം പ്രിപ്പയർ ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. പിന്നെ ഇതിനകത്ത് എന്തായാലും ഒരു ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാവും, കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ, ഫോക്കസ്, അതൊരു ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, യെസ്. പിന്നെ ഫോർത്തിനകത്ത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, എന്താണ് ഈ 4 മെട്രിക്സ് നന്നായിട്ട് പഠിച്ചോ. ഓക്കെ, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ 5 വലിയ ചാപ്റ്ററാണ്, ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നില്ല, കുറേ ടോപ്പിക്സ് ഉണ്ട് അതിനകത്ത്, പറ്റുന്ന പോലെയൊക്കെ പഠിച്ചോ. സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ക്വസ്റ്റൻ ഫ്രം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓർ SPM. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഈ ടോപ്പിക് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളത് പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഞാൻ എഗെയിൻ പറയാണ്, നിങ്ങളത് പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഈ ടോപ്പിക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, SPM, മെക്കൻസി, ഈ ടോപ്പിക്കിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നില്ല.
ഈ 3 ടോപ്പിക്. ഓക്കെ, എന്റെ പ്രൊഡിക്ഷൻ ആണ്, നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, റീസണബിൾ അഷ്യൂറൻസ്, യെസ്, റീസണബിൾ അഷ്യൂറൻസ്. ഓക്കെ, യെസ്, ഐ എം എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസ് ഫ്രോം സ്ട്രാറ്റജിക് കൺട്രോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൾച്ചർ എന്നൊക്കെ വരാം, കൾച്ചറൊക്കെ ചോദിക്കുന്നത് കുറെ കൊല്ലങ്ങളായി. കൾച്ചറിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേണം നമ്മുടെ ഫസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ ചോദിക്കാം. നിങ്ങൾ പഠിക്കാത്തൊരു, നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നുമ്പോൾ അവർ ഇത് ചോദിക്കും. സ്ട്രാറ്റജിക് പ്ലാനിംഗ് വേഴ്സസ് ഓപ്പറേഷൻ പ്ലാനിംഗ്. ഇപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കും, നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചിട്ടുണ്ടോ? സത്യം പറ, ചാപ്റ്റർ 5 നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചിട്ടുണ്ടോ? സ്ട്രാറ്റജിക് പ്ലാനിംഗ് വേഴ്സസ് ഓപ്പറേഷൻ പ്ലാനിംഗ്. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ ഈ ടോപ്പിക്, സ്ട്രാറ്റജിക് പ്ലാനിംഗ് വേഴ്സസ് ഓപ്പറേഷൻ. അപ്പൊ സ്കിപ്ഡ് ടോപ്പിക് അവർക്ക് ഒരു ടോപ്പിക് ചോദിക്കാൻ തോന്നുവാണെങ്കിൽ അവർക്ക് ചോദിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ ടോപ്പിക്, സ്ട്രാറ്റജിക് പ്ലാനിംഗ് വേഴ്സസ് ഓപ്പറേഷൻ പ്ലാനിംഗ്? പഠിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ സൂപ്പർ. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ആ ഒരു ടോപ്പിക് നന്നായിട്ട് നോക്കി നോക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ടോപ്പിക് കേട്ടോ, ബി ഓണസ്റ്റ്, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ടോപ്പിക്കാണ്. ഓക്കെ, പക്ഷെ അവർക്ക് അങ്ങനത്തെ ടോപ്പിക് അവർ ചിലപ്പോൾ ചോദിച്ചറിയും. ഓക്കെ, അതുകൊണ്ട്. ഓക്കെ, പിന്നെ SFSSSI അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, യെസ്, AEIOU. യോ, നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡന്റ് ആണല്ലോ AEIOU. യാ, സോ എനിവേ, സോ ഐ ഹോപ്പ് അറ്റൻഡിങ് ദിസ്. എത്ര സമയം? 1.5 മണിക്കൂറോളം നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഇരുന്നു. ഐ തിങ്ക് സംതിങ് യു ഹാവ് റിസീവ്ഡ് ഫ്രം ദിസ് ക്ലാസ്സസ്. സോ എനിവേ, യെസ് സർ, ഗോട്ട് ഇറ്റ് സർ, കിട്ടിയിട്ടുണ്ട് സർ, എനർജറ്റിക് ആയിരുന്നു സർ. ഓക്കെ, യെസ്. സോ എനിവേ, നമ്മൾ ഈ ചാർട്ട് ബുക്ക് ആർക്കെങ്കിലും ചാർട്ട് ബുക്ക് ചോദിച്ചു, കുറേ കുട്ടികൾ ചോദിച്ചു. ചാർട്ട് ബുക്ക് വേണ്ടവർക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. എൻ്റെ നമ്പർ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ 80, ഞാനിവിടെ കമന്റ് ചെയ്യാം അല്ലേ, മീറ്റിംഗ് ഗ്രൂപ്പ് ചാറ്റ്. ഓക്കെ, 8075450932. ഓക്കെ, ഈ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചാർട്ട് ബുക്ക് തരും. മോറോവർ ചാർട്ട് ബുക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ് സർ, മാരത്തൺ പോലെ ചാർട്ട് ബുക്ക് സെറ്റ് ആണ്. യെസ്, യൂട്യൂബ് മാരത്തൺ പ്ലസ് ചാർട്ട് ബുക്ക് സെറ്റ് ആണ്. ഓ, താങ്ക് യു. അപ്പൊ മാരത്തൺ വേണമെങ്കിൽ മാരത്തൺ കാണാം. നിങ്ങൾക്ക് കുറെ കുട്ടികൾ മാരത്തൺ പ്ലസ് ചാർട്ട് ബുക്ക് വെച്ചിട്ട് കുറെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, സെൽഫ് സ്റ്റഡി ചെയ്യുന്നത്. സർ, മാരത്തൺ ഉണ്ടോ? യെസ്, ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ മൈ യൂട്യൂബ് ചാനൽ. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഓക്കെ, യെസ്, ദിസ് ഇസ് നോട്ട് മൈ പ്രൊമോഷൻ വീഡിയോ, ദിസ് ഇസ് ICAയുടെ സിക്കാസയുടെ RTP ഡിസ്കഷൻ ആണ്. ഓക്കെ, സോ എനിവേ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്സാം. ഇനി കുറച്ച് ദിവസങ്ങളിലുള്ള മക്കൾ നന്നായിട്ട് എഫേർട്ട് ഇടുക. ഇനി വരാൻ വേണ്ടി പോകുന്ന 29 ദിവസം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് എവറിത്തിങ്. ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സാർ, ഞാൻ കുറേ ടൈം വേസ്റ്റ് ആക്കി സാർ, വിട്ടുകള. ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. Thank you very much. Thank you, Sikasa Thrissur, for giving me an opportunity to talk to these energetic students. So thanks a lot.